Hello my dear students, welcome back to our English classes. How are you? Are you all doing well? Are you well prepared for your exam? Yes, അപ്പോൾ SSLC എക്സാം ഒക്കെ അടുത്ത് വരികയാണല്ലേ, എല്ലാവരും പ്രിപ്പയർഡ് ആയോ? അപ്പോൾ മിസ് ഇന്നിവിടെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാനാണ്, ഒരു റിവിഷൻ ക്ലാസ് ആണല്ലേ, ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? യെസ്, നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഏകദേശം ഒരു 15 മാർക്സ് നമുക്ക് പ്രയോറിറ്റി ഉള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 5. അപ്പോൾ ആ യൂണിറ്റ് 5ൻ്റെ നമ്മളൊരു ക്വിക്ക് റിവിഷൻ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരും സെറ്റല്ലേ? അടിപൊളിയായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നുണ്ട്, അതിനൊക്കെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, MCQ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് റിവിഷൻ ചെയ്യാൻ. ചാപ്റ്ററൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടോ? ഏകദേശം തീമും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, ക്യാരക്ടേഴ്സിനെ ചോദിച്ചാൽ പ്രധാനപ്പെട്ട ഇൻസിഡൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി there are some MCQs also included in this class. Okay, are you all ready? Yes. So all are welcome to our live class, and we are now discussing the Unit 5 Songs of the Self, which include 3 chapters titled Beloved Boys, Preference National and Mirror. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു യൂണിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും സമ്മറി വൈസ് ആദ്യം നോക്കാം. ഏകദേശം നമുക്കൊരു സമ്മറി വേണ്ടേ ഈ ഓരോ ചാപ്റ്ററിലും എന്തൊക്കെയാണ്, what are the major incidents, talk about each lesson included in this unit, as well as what are the different characters included in it, and major theme and other important significance incident in it. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യണം. അതുപോലെ ഒരു പോം നമ്മൾ തന്നാൽ അല്ലെങ്കിൽ കിട്ടിയാൽ നമ്മൾ എന്തൊക്കെയാണ് അവിടെ അറിയേണ്ടത്? മെയിനായിട്ട് തീം ഡെഫിനറ്റ്ലി ഒരു അപ്രീസിയേഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഒരു പോം തന്നിട്ടുണ്ടെങ്കിൽ അല്ലേ. മിറർ എന്ന് പറയുന്ന ഒരു പോം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ടൈറ്റിൽ, അതുപോലെ എന്താണ് അനാലിസിസ്, ഡീപ്പ് അനാലിസിസ് ഓഫ് ഈച്ച് ലൈൻസ്, അതുപോലെ കോംപ്രിഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഓരോ ലൈൻസിലും പല പല പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. സിമിലി, മെറ്റഫോർ, പേഴ്സോണിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് നിങ്ങൾക്ക് എല്ലാം അറിയാം. അപ്പോൾ അത്തരത്തിൽ പോയറ്റിക് ഡിവൈസസ് ഐഡൻറ്റിഫൈ ചെയ്യാനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ആൻസർ. ഓക്കെ, സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ പ്രിഫറൻസ് നാഷണൽ, നിങ്ങൾക്കറിയാം അതെന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്, മേജർ തീം എന്താണ്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ജനറലായിട്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ വേറെ ഒരു ക്ലാസ്, കാസ്റ്റ്, ജെൻഡർ, റേസിസം അല്ലേ, അങ്ങനെയുള്ളൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് ഡിവിഷൻ അല്ലെങ്കിൽ ആ ഒരു ജെൻഡർ ഡിവിഷൻ അല്ലെങ്കിൽ റേസിസം, അതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജനറലായിട്ട് ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക, അതൊക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കണം. ഓക്കെ, ബിലവഡ് ബോയ്സ്, അതറിയാം നമുക്ക് എന്താണ് അവിടെ ഒരു ലോൺലിനെസ് ആൻഡ് ദി റൈറ്റർ ഓർ ദി നറേറ്റർ ഈസ് ക്രേവിങ് ഫോർ ആൻ അഫെക്ഷൻ അല്ലേ, ഒരു ലവ്, ഒരു കെയർ, അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ വളരെയധികം നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത്, ലോൺലിനെസ് നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ, അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെൻ്റൽ ട്രോമ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അതുപോലെ ഈ യൂണിറ്റിൽ നിന്നെല്ലാം നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആയിട്ട് ഡിസ്കോഴ്സസ് ഏതൊക്കെയാണ്? നമ്മുടെ നോട്ടീസ് റൈറ്റിംഗ്, കോൺവെർസേഷൻ, ലെറ്റർ റൈറ്റിംഗ്, ഡയറി, ദീസ് കൈൻഡ്സ് ഓഫ് ഡിസ്കോഴ്സസ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ലൈവ് സെഷൻ. ഓക്കെ, ഓൾറെഡി? യെസ്. അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സായിട്ട് ഇവിടെ പോവുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ആ ഒരു യൂണിറ്റിലെ ഏതാണ്? ബിലവഡ് ബോയ്സ്. അപ്പോൾ ആരാണ് ബോയ്സ് എന്ന് നമുക്ക് നോക്കാം. ബിലവഡ്, ആ വേർഡ് സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് അറിയാം. എന്താ ബിലവഡ്? ഏറ്റവും പ്രിയപ്പെട്ട എന്നാണ് ആ ഒരു വേർഡിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? സമ്മറിയാണ്. ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു സമ്മറി ഡിസ്കസ് ചെയ്തതിന് ശേഷം ഡിസ്കോഴ്സസ്, അതുപോലെ തന്നെ മേജർ തീം എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പോയിൻറ്റ്സ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം, ആ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് റിലേറ്റ് ചെയ്ത് എഴുതേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? തകർത്ത് പഠിക്കുക. SSLCക്ക് A+ അല്ലേ, A+ എന്നല്ല, ഫുൾ മാർക്സ് നമ്മൾ വാങ്ങിച്ചിരിക്കണം. ഓക്കെ, യെസ്. സോ ദിസ് ഈസ് എ സമ്മറി ആൻഡ് യു ഹാവ് ടു റിമെമ്പർ ദി മേജർ പോയിൻറ്റ്സ് ഇൻ ദിസ് യൂണിറ്റ്, ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, ബിലവഡ് ബോയ്സ് ഇസ് എ ടച്ചിങ് ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ടച്ചിങ് എന്നുള്ളതിന് പോയിഗ്നൻറ്റ് എന്നൊരു വേർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വൊക്കാബുലറി ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്കും സ്കോർ ചെയ്യാം. പോയിഗ്നൻറ്റ് ഭയങ്കര ടച്ചിങ് എന്നുള്ളതിന് വേറൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ, പോയിഗ്നൻറ്റ് ഷോർട്ട് സ്റ്റോറി ദാറ്റ് ഹൈലൈറ്റ്സ് ലോൺലിനെസ്, ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ദി നീഡ് ഫോർ അഫെക്ഷൻ. അപ്പോൾ ഇത് മേജർ പോയിന്റ്സ് ആണ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത്. ദീസ് ആർ ദി മേജർ പോയിന്റ്സ്. ഓക്കെ, ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ദി നീഡ് ഫോർ അഫെക്ഷൻ. അപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോഴേ ഒരു സമ്മറി മസ്റ്റായിട്ടും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ തീം, അനാലിസിസ് ആസ് വെൽ ആസ് ദി ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് ഇവൻറ്റ്സ് ഇൻ ഇറ്റ്, ദി ക്യാരക്ടർ ഒക്കെ, അതിൻ്റെയൊക്കെ അനാലിസിസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അതായത് നമ്മളൊരു സമ്മറി പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എക്സാമിന് മുന്നേ എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ ആൻസർ ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് ചിന്തിച്ച് ആലോചിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ പോയിന്റ്സ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സ്പീഡാണ് വേണ്ടത്, റൈറ്റിംഗ് സ്കില്ലാണ്. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജസ് എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത് റൈറ്റിംഗ് സ്കില്ലാണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മസ്റ്റായിട്ടും ഓർത്തിരിക്കുക. ഓക്കെ ആണേ. അപ്പോൾ നോക്കിക്കേ, ബിലവഡ് ബളേഴ്സ് ഇസ് എ touching story that highlights loneliness, human dignity and the need for affection. The narrator's acquaintance tell him about his student days in Moscow. അല്ലേ, മോസ്കോയിലെ ആ സ്റ്റുഡൻറ്റ് ലൈഫിനെ പറ്റിയിട്ടുള്ള ഒരു മെൻഷനാണ് ആ സ്റ്റോറിയിൽ പറയുന്നത്. where he lived next to a Polish woman named Teresa. അപ്പോൾ തെരേസ നിങ്ങൾക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ ഒരു ചാപ്റ്ററിലെ. അപ്പോൾ തെരേസയുടെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹൂം. യെസ്, തെരേസ എന്ന് പറയുന്നത്. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഓദറിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, മാക്സിം ഗോർക്കി അല്ലേ, മാക്സിം ഗോർക്കിയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഓദർ എന്ന് പറയുന്നത്. റഷ്യൻ ആയിട്ടുള്ള റൈറ്ററാണ്. അപ്പോൾ അതും ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ she appeared rough, strong, loud and unattractive. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ് നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സാണ് മസ്റ്റായിട്ടും പഠിച്ചു വെക്കേണ്ടത് അല്ലേ. സോ ക്യാരക്ടർ സ്കെച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് തെരേസയുടെ അല്ലേ, റഫ്, സ്ട്രോങ്, ലൗഡ് ആൻഡ് അൺഅട്രാക്റ്റീവ്. ആ വോയിസ് ഒക്കെ പറയുന്നുണ്ട്. ആ കുട്ടിക്ക് എന്താണ് തെരേസയായിട്ടുള്ള അക്വൈൻറ്റൻസ് അല്ലേ, ആ ഒരു പരിചയം പുതുക്കാനായിട്ട് ആദ്യം ഇഷ്ടപ്പെടുന്നില്ല. എന്തായിരുന്നു റീസൺ? തെരേസ എന്നുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് കാണപ്പെട്ടത്, റഫായിട്ട്, സ്ട്രോങ് ആയിട്ട്, ലൗഡ് ആൻഡ് അൺഅട്രാക്റ്റീവ് ആയിട്ടാണ് കാണപ്പെട്ടത്. സോ അതുകൊണ്ടാണ് ആ ഒരു എന്താണ് ഒരു ഫെമിലിയാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് അടുക്കാനായിട്ടുള്ള ഒരു താല്പര്യം തോന്നുന്നില്ല അല്ലേ. യെസ്, her choice features means എന്താണ്, ഒരു റഫ് ഫീച്ചേഴ്സ് ആണ് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ. ആൻഡ് ബേസ് വോയിസ് ആൻഡ് ഡ്രങ്കൺ ബിഹേവിയർ മെയ്ഡ് ദി സ്റ്റുഡൻറ്റ് ഡിസ്ലൈക്ക് ആൻഡ് അവോയ്ഡ് ഹർ. ആ സ്റ്റുഡൻറ്റ് ആദ്യം ആ സ്റ്റുഡൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, ദെൻ ഹൗ ദി സ്റ്റുഡൻറ്റ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്ഡ് എന്ന് നമുക്ക് ഈ ടുവേർഡ്സ് ദി എൻഡ് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. യെസ്, he even kept his door closed to escape meeting her. എപ്പോഴും മാക്സിമം അവളെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ട്രൈ ചെയ്തിരുന്നത് ആ ബോയ് അല്ലേ. എങ്ങനെയായാലും ഇവരെ എനിക്ക് കാണണ്ട എന്ന രീതിയിൽ. കാരണം എന്താ, ഈ ഒരു അപ്പിയറൻസും ആ ഒരു സ്ട്രോങ്, ലൗഡ്, അതുപോലെ ബേസ് വോയിസ്, ഡ്രങ്കൺ ബിഹേവിയർ, ഇതൊക്കെ എന്താണ് ഒരു നോർമലി നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും എന്താ നമ്മളെ പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങളാണിത്. അതുകൊണ്ടാണ് ഈ കുട്ടി എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു സ്ത്രീയെടുത്ത് അല്ലെങ്കിൽ ഈ ഒരു വുമൻ്റെ അടുത്ത് അത്ര ഒരു ലവിങ് നേച്ചർ കാണിക്കാത്തത് അല്ലെങ്കിൽ പരിചയപ്പെടാത്തത് അല്ലേ. യെസ്, one day Teresa unexpectedly visits him and requests a favor. She wants him to write a letter to her beloved Bolislav Kashput. അപ്പോഴാണ് തന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു വുമൺ നേരെ ആ ബോയുടെ അടുത്തേക്ക് വന്നതല്ലേ, ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ വന്നത്. ഷി വാണ്ട്സ് ഹിം ടു റൈറ്റ് എ ലെറ്റർ. എന്തായിരുന്നു അവളുടെ ഒരു ആവശ്യമെന്ന് പറയുന്നത്? യെസ്, ഷി വാണ്ട്സ് ഹിം ടു റൈറ്റ് എ ലെറ്റർ ടു ഹർ ബിലവഡ്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബിലവഡ് അല്ലേ, എന്ന് വെച്ചാൽ ഏറ്റവും ഡിയർ വൺ അല്ലേ, ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ലെറ്റർ എഴുതാനായിരുന്നു അല്ലേ പറഞ്ഞത് ആ കുട്ടിയോട്. അപ്പോൾ ആ കുട്ടി എന്തായിരിക്കും, കുട്ടിയുടെ ആ ഒരു റെസ്പോൺസ് എന്തായിരിക്കും? ഞെട്ടിപ്പോവും അല്ലേ. ഇങ്ങനെയൊരു ആൾക്ക് എന്താ ലവറൊക്കെ ഉണ്ടോ എന്നാണ് ആ കുട്ടി വിചാരിക്കുന്നത്. As she dictates the letter, she uses affectionate and romantic words, calling herself his sorrowing little dove. കണ്ടോ എങ്ങനെയാ നല്ല വിഷമിക്കുന്ന വെള്ളരിപ്രാവ് എന്നൊക്കെ പറഞ്ഞ് അത്രയും എന്താണ് ഒരു കെയറിങ് വേർഡ്സും റൊമാൻറ്റിക് വേർഡ്സൊക്കെ ആയിട്ട് അങ്ങനെ എഴുതണം അല്ലേ. എന്നെപ്പറ്റി അല്ലെങ്കിൽ ആ ലവറിനെ പറ്റി അങ്ങനെയാണ് എന്താണ് തുടക്കം അഡ്രസ്സ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും ആരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഈ ഒരു വുമൻ്റെ അടുത്തുനിന്ന്, തെരേസയുടെ അടുത്തുനിന്ന് ഒരിക്കലും ആ ബോയ് എക്സ്പെക്റ്റ് ചെയ്യാത്ത വേർഡ്സാണിത്.
അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരാളുടെ അപ്പിയറൻസ് കാണുമ്പോൾ ഇവർ അൺഅട്രാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഇവരെന്താണ് അവർ ഭയങ്കര റഫായിട്ടുള്ള ഒരാളാണ് എന്നൊരിക്കലും നമ്മൾ അപ്പിയറൻസ് കൊണ്ട് പറയരുത് അല്ലേ. ബോയ് ഞെട്ടിപ്പോയി. എന്താ കാരണം? തെരേസയിൽ നിന്നും ഇങ്ങനെയുള്ള വേർഡ്സും ഒന്നും ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അവരുണ്ടെന്ന് പോലും ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ബോയ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, then the student is surprised and almost laughed, unable to imagine someone like her having a lover. അപ്പോൾ അതാ പറഞ്ഞ ബോയ്ക്ക് he couldn't able to imagine that how one love her, അല്ലേ? എങ്ങനെയാണ് ഒരാൾക്ക് ഇവളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നത്, ഒരു ലവർ ഉണ്ടാവുന്നത് എന്ന് ബോയ് ഞെട്ടിപ്പോവാണ് അല്ലേ. യെസ്, ഒരു അപ്പിയറൻസിലാണ് ബോയ് എപ്പോഴും ഫോക്കസ്ഡ് ആയിരുന്നത് അല്ലേ. Then later Teresa returns and asks him to write another letter, this time supposedly from Boles. പിന്നീടാണ് വീണ്ടും ബോയ് ഒന്ന് ഞെട്ടുന്നത്. എന്താ? ആദ്യം വിചാരിച്ചു പോയി ശരിക്കും ഇവർക്കൊരു ലവർ ഉണ്ട്, അത് ആ ലവറിന് വേണ്ടിയിട്ടായിരിക്കും ഈ ലെറ്റർ എഴുതുന്നതെന്ന്. പക്ഷേ പിന്നീട് ഒരു ദിവസം വീണ്ടും വന്നു ലെറ്റർ ഒന്ന് എഴുതി തരാൻ ആവശ്യപ്പെട്ടിട്ട്. അപ്പോൾ ബൊലേസിനാണോ എന്നൊക്കെ ബോയ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അല്ല, ഇവിടുന്നാണ് ഇപ്രാവശ്യം എവിടുന്നാണ് ലെറ്റർ വരുന്നത്? ബൊലേസ് തെരേസയ്ക്ക് എഴുതുന്നതായിട്ട് വേണം ഈ കുട്ടി എഴുതി കൊടുക്കാൻ. ഇപ്പം മനസ്സിലായോ കാര്യം എന്താ? അങ്ങനെ ഒരാൾ ശരിക്കും ഇല്ല, ബൊലീസും ഇല്ല, തെരേസയും ഇല്ല അല്ലേ. മറ്റൊരു തെരേസ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മറ്റൊരു തെരേസ എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ എന്താണ് തപ്പി കളിക്കുകയാണ്. ഞാൻ വേറൊരാൾക്ക് വേറെ തെരേസ എന്ന് പറയുന്ന വേറൊരാൾ എഴുതുന്നതായിട്ടൊക്കെ എഴുതണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ബോയ്ക്ക് കാര്യം മനസ്സിലായി. ഇവർ എന്താണ് എന്നെ ഒരുപാട് കള്ളമൊക്കെ പറയുന്ന ആളാണെന്ന് മനസ്സിലായി. ദി സ്റ്റുഡൻറ്റ് ബിക്കംസ് സസ്പീഷ്യസ് മീൻസ് എന്താണ്? എന്തോ ഒരു തെറ്റിദ്ധരിക്കുകയാണ്. സസ്പീഷ്യസ് മീൻസ് എന്താണ്? വിശ്വാസമില്ല. ഇവരെ വിശ്വാസമില്ല, ഇപ്പം ഇവരെന്താ ഈ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ. ആൻഡ് ആംഗ്രിലി അക്യൂസസ് ഹർ ഓഫ് ലൈങ്, അല്ലേ, കള്ളം പറയുന്നതിന് ദേഷ്യപ്പെടുകയും ചെയ്തു പോയി അല്ലേ. ഫൈനലി തെരേസ ബ്രേക്സ് ഡൗൺ ആൻഡ് കൺഫസസ് ദി ട്രൂത്ത്. കൺഫസ് ചെയ്യുക. അപ്പോൾ ഈ വേർഡ്സുകളൊക്കെ ഒന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറിയെ പറ്റി എന്ത് എഴുതാൻ പറഞ്ഞാലും നമുക്ക് ഇങ്ങനെയുള്ള വേർഡ്സുകൾ പഠിച്ച് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് പിന്നെ ആ ഒരു എക്സാം ഹോളിൽ ഇരുന്ന് അയ്യോ അതിനെന്താ പറയുക എന്നൊന്നും തപ്പേണ്ട കാര്യമില്ല. ഇതൊക്കെ നന്നായിട്ട് പഠിച്ച് വെക്കുക. ഓക്കെ, സസ്പീഷ്യസ് അല്ലേ. നമ്മളിങ്ങനെ കള്ളം പറയുമ്പോൾ നമുക്ക് എന്താ ഒരു ഇതെന്താണ്, ഇത് കള്ളമല്ലേ പറയുന്നത് നമുക്ക് തോന്നൂലേ. അതേപോലെ ഇവിടെ എന്താ? ദി സ്റ്റുഡൻസ് ബിക്കം സസ്പീഷ്യസ് ആൻഡ് ആംഗ്രിലി അക്യൂസസ് ഹർ ഓഫ് ലൈങ്, അല്ലേ. നിങ്ങൾ കള്ളം പറയുക എന്നുള്ള കാര്യം ഇയാൾ പറഞ്ഞു, ബോയ് പറഞ്ഞു. ഫൈനലി തെരേസ ബ്രേക്സ് ഡൗൺ ആൻഡ് കൺഫസസ് ദി ട്രൂത്ത്. തെരേസയ്ക്ക് അവസാനം എന്ത് ചെയ്തു? കൺഫസ് ചെയ്യേണ്ടി വന്നു അല്ലേ. സത്യം തുറന്നു പറയേണ്ടതായിട്ട് വന്നു. ദർ ഈസ് നോ ബൊലേസ്. അങ്ങനെ ഒരാളേ ഇല്ല, ബൊലേസ് എന്ന് പറയുന്ന ഒരാളില്ല. She had invented him because she was completely alone. What a pathetic situation. അല്ലേ? She had invented him. Actually, she created that character, Boles. For what? Because she is alone so far. അത്രയും നാളും അവൾ ഒറ്റയ്ക്കായിരുന്നു. And she felt loneliness. That is why she created such a character. Okay? She wanted someone to love her and write to her. She wants someone to love, for care, and to become very affectionate. That is why she created such a character, Boles. By hearing the letters read aloud, she could imagine that someone cared for her, which made her lonely life bearable. അല്ലേ, bearable means എന്താ? സഹിക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് ലൈഫ് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു ലോൺലിനെസ് ഇല്ലാതാക്കാൻ വേണ്ടി, ടു അവോയ്ഡ് ദാറ്റ് ലോൺലിനെസ്, ബോർഡം, എവറിത്തിങ്, ഷീ ക്രിയേറ്റഡ് സച്ച് എ ക്യാരക്ടർ അല്ലേ. അതുകൊണ്ടാണ് ബൊലേസ് തന്നെ സ്നേഹിക്കുന്ന ഒരാൾ ഈ ലോകത്തുണ്ട് എന്ന് തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലെറ്റർ എഴുതി തരാമോ എന്ന് ബോയുടെ അടുത്ത് ചോദിച്ചത്. ഓക്കെ, അപ്പം പുറമേ ഒരു അപ്പിയറൻസിൽ ആ ഒരു ലേഡി തെരേസ എന്ന് പറയുന്ന വ്യക്തി എന്തായിട്ടാണ് വളരെ റഫായിട്ട്, ഷീ സീംസ് ടു ബി വെരി റഫ് ആൻഡ് ടഫ്, ബട്ട് ആക്ച്വലി ഷീ ഹാഡ് എ ലവിങ് ഹാർട്ട് ഇൻസൈഡ് അല്ലേ. ഒരു ലവിങ് ഹാർട്ട് അവൾക്കുണ്ട്, അല്ലെങ്കിൽ സ്നേഹിക്കാനും അതുപോലെ സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു തെരേസ. ഓക്കെ, ബട്ട് നോ വൺ ഏബിൾ ടു റെക്കഗ്നൈസ് ഹർ. ആരും അവളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ദി സ്റ്റുഡൻറ്റ് ഈസ് ഡീപ്ലി മൂവ്ഡ് ആൻഡ് അഷെയിംഡ് ഓഫ് ഹിസ് ഏർലിയർ ഹാർഷ്നെസ്. അപ്പോൾ ആദ്യം ആ ബോയ് ലെറ്ററൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം രണ്ടാമത് ഇതേപോലെ ബൊലേസ് തെരേസയ്ക്ക് എഴുതുന്ന പോലെ ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞപ്പോഴേക്കും ആകെ ഹാഷായിട്ടാണ് ബിഹേവ് ചെയ്തത് ബോയ് അല്ലേ. നിങ്ങൾ കള്ളമാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞു. വളരെ സംശയത്തോടെ കൂടിയാണ് അപ്രോച്ച് ചെയ്തത് ലേഡിയെ അല്ലേ. അങ്ങനെ ലേഡി ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഹാഷ് ബിഹേവിയർ കാണിച്ചതിന് പിന്നീട് റിഗ്രറ്റ് ചെയ്യുകയാണ് നമ്മുടെ ബോയ്. കാരണം ഈ ഒരു ട്രൂത്ത് റിവീൽ ചെയ്തതിന് ശേഷം ബോയ്ക്കൊരു
എന്താണ് സിമ്പതി അല്ലെങ്കിൽ ഒരു എമ്പതി തോന്നി അല്ലേ, ഞാനായിരുന്നു ആ അവസ്ഥയിലെങ്കിലോ, നമ്മൾ അങ്ങനെ ചിന്തിക്കും അല്ലേ. ആ ഒരു എമ്പതറ്റിക് ഫീലിംഗ് ഉണ്ടായതുകൊണ്ട് ബോയ് റിഗ്രറ്റ് ചെയ്തു, ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു, ആ ഒരു ഹാഷ് ബിഹേവിയർ വേണ്ടായിരുന്നു, അവോയ്ഡ് ചെയ്യായിരുന്നു. He realizes that Teresa, though rough on the outside, is a human being longing for love and kindness. അല്ലേ, വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആ വ്യക്തി ഒരു ലവറിനെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ലോങ്ങിങ് ഫോർ ലവ് ആൻഡ് കൈൻഡ്നെസ്, മറ്റുള്ളവരിൽ നിന്ന് കൈൻഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഒരു ലവിങ് കെയറിങ്, ഇതെല്ലാം ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ തെരേസ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ. ഓക്കെ, ഫ്രം ദെൻ ഓൺ he regularly writes letters between the imaginary Boles and Teresa. പിന്നീട് കുട്ടിക്ക് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ലെറ്റേഴ്സ് എന്താന്ന് വെച്ചാൽ അല്ലേ, ബോലേസ് അങ്ങോട്ട് ലെറ്റർ അയക്കുക, അല്ലെങ്കിൽ തെരേസയ്ക്ക്, അത് റെഡിയാണ് അല്ലേ, ബോയ് അങ്ങനെ ചെയ്യാനായിട്ട് റെഡിയാണ്. In return she mends his clothes. After 3 months she imprisoned and later she presumably dies. ആ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഷൂസൊക്കെ ഇങ്ങനെ ഹോൾസൊക്കെ വരുന്ന അതൊക്കെ എന്ത് ചെയ്യുന്നു, മെയിൻറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നത്. അതായത് വളരെ നല്ലൊരു ക്യാരക്ടറാണ് ആക്ച്വലി ആര്, നമ്മുടെ തെരേസ എന്ന് പറയുന്നത്. അല്ലാതെ അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ വോയിസ് കൊണ്ടൊന്നും ഒരിക്കലും ഒരാളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള ഒരു പ്രീകൺസീവ്, ദർ ഇസ് നോ നീഡ് ഓഫ് ദറ്റ് സച്ച് എ കൈൻഡ് ഓഫ് പ്രീകൺസീവ് നോഷൻ അബൌട്ട് എ പേഴ്സൺ ഓൺ ദി ബേസിസ് ഓഫ് ദി ഫിസിക്കൽ അപ്പിയറൻസ് അല്ലേ. ഒരാളെ കണ്ടെന്ന് വെച്ച് നമ്മൾ ആ ഒരു പ്രീകൺസീവ് നോഷൻ അല്ലേ, തെറ്റിദ്ധരിക്കരുത്, ഇങ്ങനെ ഇയാൾ ഇങ്ങനെ ആയിരിക്കും, ഇയാളുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ ഇയാളുടെ വോയിസ് ഇങ്ങനെ ആയതുകൊണ്ട് ഇയാൾ വളരെ റഫായിരിക്കും എന്നൊന്നും വിചാരിക്കരുത്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും വളരെ സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലേ. അപ്പം അങ്ങനെയുള്ള ചില പ്രീകൺസീവ് നോഷൻസ് ഒക്കെ ഇല്ലാതാക്കുകയാണ് ശരിക്കും ഈ ഒരു ചാപ്റ്റർ ചെയ്യുന്നത് അല്ലേ. യെസ്, ദി സ്റ്റോറി എൻഡ്സ് വിത്ത് എ റിഫ്ലക്ഷൻ ദാറ്റ് പീപ്പിൾ ഹു ഹാവ് സഫേർഡ് ഗ്രേറ്റ്ലി ക്രേവ് അഫെക്ഷൻ ദി മോസ്റ്റ്. ഒരുപാട് സഫർ ചെയ്യുന്ന, ഒരുപാട് ലോൺലിനെസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് ആക്ച്വലി ആ ഒരു അഫെക്ഷൻ ആഗ്രഹിക്കുന്നത്, ഒരു ലവ് ആൻഡ് കെയർ അല്ലേ. ആരെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലവ്, കെയർ, അറ്റൻഷൻ, ഇതൊക്കെ ആഗ്രഹിക്കുന്നത് ശരിക്കും ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത, ഒരുപാട് സഫർ ചെയ്ത ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് ഒരുപാട് സ്നേഹിക്കാനും പറ്റും. അവർക്ക് ഇതേപോലെ നമ്മൾ പറഞ്ഞു, ഈ തെരേസ എന്ന് പറയുന്ന ക്യാരക്ടർ ഇത്രയും നല്ല വേർഡ്സ് അല്ലെങ്കിൽ വളരെ സ്വീറ്റായിട്ടൊക്കെ ഒരു ലവറിനെ അഡ്രസ്സ് ചെയ്യാനൊക്കെ പറ്റുമെന്ന്, അതാണ് ബോയ് ഒന്ന് ഞെട്ടിയതല്ലേ, എങ്ങനെയൊക്കെ ഇവർക്ക് പറയാനൊക്കെ അറിയൂ എന്നൊന്ന് ഞെട്ടിയത്. എന്താണ്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊന്നും പറ്റില്ല എന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി ഇങ്ങനെ കാണുമ്പോൾ ഇവരൊന്നും സ്വീറ്റായിട്ടുള്ള വേർഡ്സ് ഒന്നും ഇവർ പറയില്ല, പക്ഷേ അവരാണ് കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നത്. അതുപോലെ അവരാണ് കൂടുതൽ, ദേ എക്സ്പെക്ട് മോസ്റ്റ് ലവ്, കെയർ, എവറിത്തിങ്. ഓക്കെ, and they can also give that love and care to all. It teaches us not to judge others by their outward appearance and to show empathy towards those who are lonely and neglected. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫൈനൽ മെസ്സേജ് ആയിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം, എഴുതാനായിട്ട് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ആൻസേഴ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസസ് ആണ്. സോ യു മസ്റ്റ് ലേൺ ഓൾ ഓഫ് ദീസ് ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസസ് ഇൻ ഇറ്റ്. ഓക്കെ, ഇറ്റ് ടീച്ചസ് us not to judge others അല്ലേ. നമ്മൾ ഒരിക്കലും ഒരാളെ ജഡ്ജ് ചെയ്യരുത്. എങ്ങനെ, എന്തിൻ്റെ ബേസിസിൽ, അവരുടെ ഔട്ട്വേർഡ് അപ്പിയറൻസിനെ ബേസ് ചെയ്തിട്ട്. ആൻഡ് ടു ഷോ എംപതി ടുവേർഡ്സ് ദോസ് ഹു ആർ ലോൺലി ആൻഡ് നെഗ്ലക്റ്റഡ്. ലോൺലി ആയിട്ടുള്ള അല്ലെങ്കിൽ ലോൺലിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നെഗ്ലക്റ്റഡ്, ഒരുപാട് ആൾക്കാർ നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അവരോട് എംപതറ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കാണിക്കേണ്ടത്. എംപതി അല്ലേ, നമ്മളായിരുന്നുവെങ്കിൽ ആ സ്ഥാനത്ത് എങ്ങനെ ഫീൽ ചെയ്യും നമുക്ക്, അത് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഒറ്റപ്പെട്ടു പോകില്ല അല്ലേ. അവർക്ക് നമുക്ക് കൂടുതൽ പരിഗണനയും സ്നേഹവും ഒക്കെ കൊടുത്ത് യെസ് വി ക്യാൻ ഡെഫിനറ്റ്ലി മേക്ക് ദം ഹാപ്പി. ഓക്കെ, സോ this is the greatest message that the chapter put forward to us. Okay, is it clear? അപ്പോൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, സമ്മറി ഒന്ന് നോക്കി വെക്കുക, എന്നിട്ടോ മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാം. ഓക്കെ ആണേ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും മെയിനായിട്ട് നോക്കേണ്ട സമ്മറി. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ ഓർത്തിരിക്കുക. അതുപോലെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. വൊക്കാബുലറി റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ചിലപ്പോൾ പാസേജ് ബേസിക് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ അതൊക്കെ ചോദിക്കാം. സോ വൊക്കാബുലറി ഒന്നും വിടരുത് കേട്ടോ. എല്ലാം മീനിങ് ഒക്കെ നന്നായിട്ട് നോക്കിയിട്ട് പോവാം. ഓക്കെ, യെസ്, തീം എന്താണ്, മേജർ തീം ഓഫ് ദിസ് ചാപ്റ്റർ?
loneliness, human need for love, empathy and social judgment. These are the major theme. Okay, ഏതൊക്കെയാ മേജർ തീംസ്? ഏതൊക്കെയാണ്? ലോൺലിനെസ്, ഹ്യൂമൻ നീഡ് ഫോർ ലവ്, അല്ലേ, സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യൻ, അല്ലേ, എംപതി, എംപതി എന്ന് പറയുന്ന ഒരു വേർഡ്, ഇതൊക്കെ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട മെയിൻ പോയിന്റ്സ് ആണ്. ഓക്കെ, ലോൺലിനെസ്, ഹ്യൂമൻ നീഡ് ഫോർ ലവ്, എംപതി ആൻഡ് സോഷ്യൽ ജഡ്ജ്മെൻറ്റ്. ഒരിക്കലും നമ്മൾ ആ ഒരു ജഡ്ജ്മെൻറ്റിൽ വീണു പോകരുത്. ആരും നമ്മളെ ജഡ്ജ് ചെയ്യാനായിട്ട് അനുവദിക്കരുത്, അല്ലേ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുന്നവർ ചെയ്യുക, അല്ലേ. ഒരു സോഷ്യൽ നമ്മൾ ഇതേപോലെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക, അവരെ ശരിക്കും നമ്മൾ മനസ്സിലാക്കുക. അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റൂ. അല്ലാതെ ഒരിക്കലും അവരുടെ അപ്പിയറൻസിലൂടെ ഇയാൾ ഇങ്ങനെ ഒരു വ്യക്തിയാണ് അങ്ങനെ മനസ്സിലാക്കരുത്, അല്ലേ. ജഡ്ജ് ചെയ്യരുത് എന്നാണ് ഈ ചാപ്റ്റർ നമ്മളെ this chapter teaches not to judge anyone based on their appearance. Character of Teresa. ഇത് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് അതിനകത്ത് പറയുന്നുണ്ട്. ക്യാരക്ടർ സ്കെച്ച് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തെരേസയുടെ, അല്ലേ. യെസ്, ക്യാരക്ടർ ഓഫ് തെരേസ എങ്ങനെയാണ്? ഔട്ട്വേർഡ്ലി റഫ് ആൻഡ് ലൗഡ്. പുറമേ കാണാൻ വളരെ റഫാണ്, ലൗഡായിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെ സൗണ്ടൊക്കെയാണ്. ഇൻവേർഡ്ലി സെൻസിറ്റീവ് ആൻഡ് ലോൺലി. പക്ഷേ അകത്ത് വളരെ സ്നേഹമുള്ള ഒരു മനസ്സാണല്ലേ, സെൻസിറ്റീവാണ്. അതുപോലെ ഒരു ലവ്, കെയർ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ലോൺലി ആയിട്ടുള്ള ഒരാളും കൂടിയാണ്, അല്ലേ. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നറേറ്റേഴ്സ് ചേഞ്ച്. ഇനി നറേറ്റർ, നമ്മുടെ ആ ബോയുടെ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു? യെസ്, ഫ്രം ഡിസ്ഗസ്റ്റ് ആൻഡ് മോക്കറി ടു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കമ്പാഷൻ. എങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് മാറിയത്? യെസ്, ഫ്രം ഡിസ്കസ്റ്റ് മീൻസ് എന്താണ്? വെറുപ്പ്, അല്ലേ. വെറുപ്പോടെ നോക്കിക്കണ്ടല്ലേ. മോക്കറി എന്ന് വെച്ചാൽ മോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കളിയാക്കുക, അല്ലേ. പരിഹാസത്തോടെ നോക്കിയിരുന്ന ഒരു വ്യക്തി പിന്നെ എന്തായി മാറുകയാണ്? അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കമ്പാഷനായിട്ട് മാറുകയാണ്, അല്ലേ. ആ ഒരു തെരേസ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവരെ മനസ്സിലാക്കാനും അതുപോലെ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലേ, അവരോട് ഒരു സഹതാപം അല്ലെങ്കിൽ ഒരു എംപതിയൊക്കെ തോന്നാനായിട്ട് തുടങ്ങി. ആ ഒരു ചേഞ്ച്, ആ ബോയുടെ ആ ഒരു ചേഞ്ചും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ. ദെൻ വാട്ട് ഈസ് ദ മേജർ മെസ്സേജ് ഇൻ ഇറ്റ്? വി മസ്റ്റ് നോട്ട് ജഡ്ജ് പീപ്പിൾ ബൈ അപ്പിയറൻസ്. എവറി ഹ്യൂമൻ ബീങ് ലോങ്സ് ഫോർ ലവ് ആൻഡ് കൈൻഡ്നസ്. എല്ലാ ഹ്യൂമൻ ബീങ്സും ഒരു ലവ്, കൈൻഡ്നസ് ഒക്കെ ആഗ്രഹിക്കുന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആരെയും അങ്ങനെ ജഡ്ജ് ചെയ്യരുത്, അല്ലേ. എല്ലാവർക്കും സ്നേഹിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ട്. ഇവിടെ തെരേസയ്ക്കും അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഉള്ളത്. ഓക്കെ, യെസ്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് തെരേസ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. തെരേസയെ പറ്റിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇപ്പോൾ ഫിസിക്കൽ അപ്പിയർ, ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? തീർച്ചയായിട്ടും നമ്മുടെ ടെക്സ്റ്റിൽ ഫിസിക്കൽ അപ്പിയറൻസ് എന്തായാലും പറയും. ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും ഈ ഒരു മെത്തേഡിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ മെയിനായിട്ടും പഠിച്ചു വെക്കുക, ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു വെക്കുക. അപ്പോൾ ഒരു ക്യാരക്ടർ സ്കെച്ച് എന്തായാലും ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അതിനകത്ത് കാണും. ഓരോ വേർഡ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ടെക്സ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത വേർഡ്സ് തന്നെ നമ്മൾ ക്യാരക്ടർ സ്കെച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ മെയിനായിട്ട് അവരുടെ ടോട്ടൽ എങ്ങനെയാണ് അവരുടെ ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ കുറച്ച് 2-3 സെൻറ്റൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ സ്റ്റോറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതിയാൽ ഓക്കെയാണ്. ഓക്കെ, തെരേസ ഈസ് എ വെരി ടച്ചിങ് ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. അറ്റ് ഫസ്റ്റ് ഷീ അപ്പിയേഴ്സ് റഫ്, ടോൾ, സ്ട്രോങ്. അപ്പോൾ ഈ ഒരു വേർഡ്സുകളെല്ലാം നമ്മൾ പഠിക്കണം. കാരണം എന്താ? ടെക്സ്റ്റിലും ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, വേർഡ്സ് ആണ്, അല്ലേ. റഫ്, ടോൾ, സ്ട്രോങ് ആൻഡ് അൺഅട്രാക്റ്റീവ്. ദിസ് ഈസ് അബൌട്ട് ദി ക്യാരക്ടർ ഓഫ് തെരേസ. How is she? Yes, how her physical appearance? Rough, tall, strong and unattractive. She has bushy eyebrows, aqueous face. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുള്ളത് കൊണ്ട് നിങ്ങൾ ഇതെന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള ഫിസിക്കൽ അപ്പിയറൻസ് മസ്റ്റായിട്ടും ക്യാരക്ടർ സ്കെച്ചിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, bushy eyebrows, aqueous face and thick bass voice, അല്ലേ. വളരെ ഒരു പരുക്കനായിട്ടുള്ള ഒരു വോയിസ് ആണുള്ളത്. യെസ്, her loud nature and drunken behavior. ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ലൗഡ് നേച്ചർ ആൻഡ് ഡ്രങ്കൺ ബിഹേവിയർ മേക്ക് ദി നറേറ്റർ ഡിസ്ലൈക്ക് ആൻഡ് അവോയ്ഡ് ഹർ. അതുകൊണ്ടാണ് നറേറ്റർ പോലും ഇവരെ ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരുന്നത്, അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, നെഗ്ലക്റ്റ് ചെയ്യാനായിരുന്നു ചെയ്തിരുന്നത് ആദ്യമൊക്കെ, അല്ലേ. മാക്സിമം ഓപ്പോസിറ്റ് ആണ്, എന്നിട്ട് പോലും
ഇവർ കാണാനുള്ള ഒരു ചാൻസും കൊടുക്കുന്നില്ല. കാരണം എന്താ, ഈ ഇങ്ങനെ ഒരു നേച്ചർ ആയതുകൊണ്ട് ബോയ് വിചാരിക്കുന്നത് എന്താ, ഇവർ ഭയങ്കര റഫ് ആൻഡ് ടഫായിട്ടുള്ളൊരു ആളാണ്, നമ്മൾ മിണ്ടാൻ ഒരു ഇൻട്രാക്ഷൻ ഒന്നും പറ്റിയ ആളല്ല എന്ന് ഓൾറെഡി ആ ഒരു പ്രീ കൺസീവ് നോഷൻ ഉണ്ടായിരുന്നു ബോയുടെ മൈൻഡിൽ. അതുകൊണ്ടാണ് അവോയ്ഡ് ചെയ്തത്. പക്ഷെ നമ്മളങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. യെസ്, ബട്ട് ഇൻസൈഡ് അവൾ എങ്ങനെയായിരുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, തെരേസ. കാരണം നമുക്ക് ഈ ഒരു സ്റ്റോറി ഫുള്ള് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെയാണ് ആക്ച്വലി ഹൗ ഷീ, വാട്ട് ഈസ് ദ ക്യാരക്ടർ ഓഫ് തെരേസ. തെരേസ ഇസ് വെരി സെൻസിറ്റീവ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. ആൻഡ് ലോൺലി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ ലവിങ് കെയറിങ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളും കൂടെയാണ്. വെൻ ഷീ ആസ്ക്ഡ് ദി നറേറ്റർ ടു റൈറ്റ് എ ലെറ്റർ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ്, ആ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏറ്റവും മെയിൻ ഇൻസിഡൻറ്റ് നമ്മൾ ഈ ഒരു ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എഴുതാം. അങ്ങനെയാണ് നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച്. ഇപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള വേർഡ്സ് ഒരുപാട് കിട്ടണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് വേർഡ്സ്, ഫിസിക്കൽ അപ്പിയറൻസ് ആകാം, അതല്ലെങ്കിൽ അവളുടെ ജനറലൈസ് ചെയ്തിട്ട് ഒരു ഓവറോൾ ക്യാരക്ടർ വൈസ് കാര്യങ്ങൾ പറയാം. അങ്ങനെയുള്ള സെൻറ്റൻസ് കഴിഞ്ഞ് പിന്നീട് നമുക്ക് എന്തായാലും എഴുതണം, മാർക്ക് കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പാർട്ട് ഈ ഒരു ക്യാരക്ടറുമായിട്ട് വരുന്നത്. അങ്ങനെ ഓരോ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോഴും അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ. വെൻ ഷീ ആസ്ക്ഡ് ദി നറേറ്റർ ടു റൈറ്റ് എ ലെറ്റർ ഹർ വോയിസ് ബിക്കം സോഫ്റ്റ് ആൻഡ് ടിമിഡ്. അവിടെയാണ് ഒരു ചേഞ്ച് നമ്മൾ നോട്ട് ചെയ്തത് അല്ലേ. ഇത്രയും റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ആ മാറ്റം ആദ്യമായി ഐഡൻറ്റിഫൈ ചെയ്തത് ആ ബോയ്. യെസ്, വെൻ ഷീ ആസ്ക്ഡ് ദി നറേറ്റർ ടു റൈറ്റ് എ ലെറ്റർ, ആ ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ചേഞ്ച് അല്ലേ. ഹർ വോയിസ് ബിക്കം സോഫ്റ്റ് ആൻഡ് ടിമിഡ് അല്ലേ. ആ ഒരു വോയിസ് വളരെ ഒരു റെസ്പെക്ട്ഫുൾ വേർഡ് അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ഒക്കെ ആയിട്ട് മാറി. ഷീ ഷോസ് ഹർ ട്രൂ ഫീലിങ്സ് ആൻഡ് ഡീപ്പ് ഡിസയർ ഫോർ ലവ്. അപ്പോൾ ഇത് ഇവളുടെ ക്യാരക്ടറിൽ വരുന്ന മെയിൻ പോയിന്റ് ആണ് ആ ഒരു ടൈമിൽ. അതുകൊണ്ടാണ് ഈ ഒരു സിഗ്നിഫിക്കൻറ്റ്. അതല്ലാതെ നമ്മൾ ആ സ്റ്റോറി ഫുള്ള് എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ ക്യാരക്ടർ സ്കെച്ചിൽ? തെരേസയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോറി ഫുള്ള് നമ്മൾ സമ്മറി എഴുതി വെച്ചിട്ട് കാര്യമില്ല, മാർക്ക് കിട്ടത്തില്ല. മെയിനായിട്ട് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫിസിക്കൽ അപ്പിയറൻസിൽ പറഞ്ഞിട്ടുള്ള ഇതേപോലെയുള്ള വേർഡ്സുകൾ എടുത്ത് വെക്കുക. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഡിസ്കോഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. റഫ്, ടോൾ, സ്ട്രോങ് ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടും. അതുപോലെ ഒരു ഓവറോൾ ക്യാരക്ടർ സെൻസിറ്റീവ്, ലോൺലി അല്ലെങ്കിൽ ലവബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് എന്നൊക്കെ എഴുതിയാലും മാർക്ക് കിട്ടും. പിന്നീട് നമ്മൾ ഏറ്റവും മെയിൻ ഇൻസിഡൻറ്റ് റിലേറ്റഡ് ടു ദിസ് ക്യാരക്ടർ ദാറ്റ് മസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ യുവർ റൈറ്റിംഗ്. ഓക്കെ. her voice becomes soft and timid. She shows her true feelings. അപ്പോഴാണ് അവളുടെ ഒരു ട്രൂ ഫീലിങ്സ് അവൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ഡീപ്പ് ഡിസയർ ഫോർ ലവ് അല്ലേ. അതുപോലെ അവളുടെ ഒരു ഡീപ്പ് ഡിസയർ ഫോർ ലവിനോടുള്ള അല്ലേ ഒരു കെയറിങ്, ലവ് എത്രത്തോളം ഇവൾ ആഗ്രഹിക്കുന്നു എന്ന് റിവീൽ ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ്. Since she has no one to care for her, she imagines a lover named Boles. അല്ലേ, അവിടെ അവളുടെ ഒരു ക്യാരക്ടറാണ് റിവീൽ ചെയ്യുന്ന ആ ഒരു ഇൻസിഡൻറ്റിൽ അല്ലേ. she no one to care for her. ആരും അവളെ കെയർ ചെയ്യാനില്ലാഞ്ഞ ഒരു സിറ്റുവേഷൻ. അവൾ എങ്ങനെ, ഹൗ ഷീ ഓവർകം ദാറ്റ് സിറ്റുവേഷൻ. അല്ലെങ്കിൽ നമ്മൾ ലോൺലി ആണ്, നമുക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒറ്റപ്പെട്ട് ഇരിക്കാം, വിഷമിച്ച് ഇരിക്കാം അല്ലേ. നമ്മൾ വേറൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകുക, അങ്ങനെയൊന്നും അല്ല ചെയ്തത് അല്ലേ. ഇവളുടെ ആ ഒരു ക്യാരക്ടർ അവിടെയാണ് അതിൻ്റെ ഒരു ഹൈറ്റ്സ് അല്ലേ. ഷീ ഇമാജിൻസ് എ ലവർ നെയ്മഡ് ബൊലേസ്. അങ്ങനെ അവൾ തളർന്നു പോകാതെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്തു. ഷീ ഇമാജിൻസ് എ ലവർ നെയ്മഡ് ബൊലേസ്. ബൊലേസ് എന്ന് പറയുന്ന ഒരു ലവറിനെ ഇമാജിൻ ചെയ്തു. ആൻഡ് റൈറ്റ്സ് ലെറ്റേഴ്സ് ടു ഹിം. എന്നിട്ടോ റൈറ്റ്സ് ലെറ്റേഴ്സ് ടു ഹിം. അവന് ലെറ്റർ എഴുതുന്നതായിട്ട് ഒരു ഇമാജിനറി ലെറ്ററാണ് അവിടെ എഴുതുന്നത്. ദിസ് ഹെൽപ്സ് ഹർ ഫീൽ ലൗഡ് ആൻഡ് ലെസ് ലോൺലി. അപ്പോൾ അവളുടെ പ്രോബ്ലം, അവൾക്കുണ്ടായ പ്രോബ്ലം അവൾ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അവിടെ നമ്മൾ ആ ക്യാരക്ടറിൻ്റെ ആ ഒരു ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പാട്ടാണ് അവിടെ കാണുന്നത്. യെസ്, ദിസ് ഹെൽപ്സ് ഹർ ഫീൽ ലൗഡ് ആൻഡ് ലെസ് ലോൺലി. അപ്പോൾ അവൾക്ക് ആരെങ്കിലുമൊക്കെ തന്നെ സ്നേഹിക്കാനുണ്ട്. അതുപോലെ ആ ഒരു ലോൺലി സ്റ്റേറ്റിൽ നിന്നും കുറച്ച് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കുറയ്ക്കാനായിട്ടും അവൾക്ക് കഴിഞ്ഞു അല്ലേ. തെരേസ ഈസ് ഓൾസോ പൊളൈറ്റ് ആൻഡ് ഗ്രേറ്റ്ഫുൾ. അത് മാത്രമല്ല, തെരേസ എങ്ങനെയുള്ള ആളാണ്, വളരെ പൊളൈറ്റ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആളാണ് അല്ലേ. ഭയങ്കര നന്ദിയോടെ എല്ലാവരെയും ഓർക്കുന്ന ആളാണ്. ഷി താങ്ക്സ് ദി നറേറ്റർ ഫോർ ഹെൽപ്പിംഗ് ഹർ ആൻഡ് മെൻസ് ഹിസ് ക്ലോസ് ഇൻ റിട്ടേൺ അല്ലേ. ഹെൽപ്പ് ചെയ്യുന്നതിന് തന്നെ, ലെറ്റർ എഴുതി ഹെൽപ്പ് ചെയ്യുന്നതിന് അവൾ വളരെയധികം ഒരു നന്ദിയോടെ ഗ്രേറ്റ്ഫുൾ ആണ് ടുവേർഡ്സ് ദാറ്റ് ബോയ്. ആൻഡ് അയാളുടെ ക്ലോത്ത്സ് ഒക്കെ മെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു അല്ലേ. ഹർ ക്വസ്റ്റ്യൻ, am I not a human creature like the rest of you, shows her pain and longing for respect. എല്ലാവരെ പോലെ ഞാനൊരു ഹ്യൂമൻ ബീങ് ആണല്ലേ. ആ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ലവ്, കെയർ അതൊക്കെ കിട്ടാൻ
ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് റിവീൽ ചെയ്യുന്ന പല പാട്ടുകളും ഈ ഒരു ടെക്സ്റ്റിൽ ഉണ്ട്. അതൊക്കെ റിവീൽ ചെയ്യുന്നത് തെരേസയുടെ ഒരു ക്യാരക്ടറാണ് അല്ലേ. യെസ്, ഇൻ ഷോർട്ട്, തെരേസ മേ ലുക്ക് റഫ് ഔട്ട്സൈഡ്. Teresa may look rough outside, but she has a kind and loving heart. Her character teaches us not to judge people by their appearance. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മൾ കണ്ടോ, ആ ഒരു ക്യാരക്ടർ സ്കെച്ച് നമ്മൾ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യം എഴുതി, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് തെരേസയെ പറ്റിയിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് എഴുതി, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് നമ്മുടെ ഒരു വ്യൂ പോയിൻറ്റ്, ഇതിലൂടെ നമുക്ക് ആ ഒരു ക്യാരക്ടറിൽ നിന്നും നമുക്ക് എന്ത് മെസ്സേജാണ് കിട്ടിയത്. അങ്ങനെ ഓരോ ക്യാരക്ടർ സ്കെച്ച് നിങ്ങളിങ്ങനെ അപ്രോച്ച് ചെയ്യുക. എങ്ങനെ എഴുതുക, ഇതേപോലെ റിലേറ്റഡ് വേർഡ്സ് മസ്റ്റായിട്ട് ആ ടെക്സ്റ്റിൽ തന്നെ ഉണ്ടാവും, അത് കണ്ടുപിടിക്കുക. അതുപോലെ ആ ഒരു മെയിൻ ഇൻസിഡൻറ്റ്, ആ ഒരു ക്യാരക്ടറിനെ മൊത്തത്തിൽ നമുക്ക് റിവീൽ ചെയ്ത് തരുന്ന മെയിൻ ഇൻസിഡൻറ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും ആ ഒരു ഫുൾ ചാപ്റ്ററിൻ്റെ സമ്മറി അല്ല. ഈ ഒരു ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്താൽ ഈ ക്യാരക്ടറിനെ റിവീൽ ചെയ്ത് കാണിക്കുന്ന ഇൻസിഡൻറ്റ് വേണം എടുത്തെഴുതാനായിട്ട്. പിന്നീട് ലാസ്റ്റ് എന്ത് ചെയ്യാം, എങ്ങനെ ഈ ക്യാരക്ടറിൽ നിന്ന് നമ്മൾ എന്ത് അനാലിസിസിലാണ് എത്തിയത്, വാട്ട്സ് എ ഫൈനൽ സൊല്യൂഷൻ, വാട്ട്സ് എ ഫൈനൽ മെസ്സേജ് ദാറ്റ് വി ഗോട്ട് ഫ്രം ദിസ് ക്യാരക്ടർ അല്ലേ. ഈ ഒരു ക്യാരക്ടറിൽ നിന്നും അനലൈസ് ചെയ്തതിൽ നിന്നും നമുക്ക് എന്ത് മെസ്സേജാണ് കിട്ടിയത് അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്, ബട്ട് ഷീ ഹാസ് എ കൈൻഡ് ആൻഡ് ലവിങ് ഹാർട്ട്. എ ക്യാരക്ടർ ടീച്ചസ് us not to judge people by their appearance. ഒരിക്കലും ഒരാളുടെ അപ്പിയറൻസിലൂടെ ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യരുത് എന്നതാണ് ഈ ക്യാരക്ടറിൽ നിന്നും നമുക്ക് കിട്ടുന്ന മെസ്സേജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോൾ ഒരു ക്യാരക്ടർ സ്കെച്ച് കംപ്ലീറ്റ് ആയി. ഓക്കെ, സെറ്റല്ലേ? യെസ്. ഇനി നമുക്ക് അടുത്തൊരു ഡിസ്കോഴ്സ് റൈറ്റിങ്ങിലേക്ക് പോകാം. എന്താണ് കോൺവെർസേഷൻ. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ. അപ്പോൾ ഒരു കോൺവെർസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്, ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഈസിയാണ്, കോൺവെർസേഷനൊക്കെ എല്ലാവർക്കും അറിയാം. ആഫ്റ്റർ റിയലൈസിങ് തെരേസാസ് ലോൺലിനെസ്, മിസ്റ്റർ സ്റ്റുഡൻറ്റ് ഡിസ്കസസ് ദി ഇൻസിഡൻറ്റ് വിത്ത് ഹിസ് ക്ലാസ്മേറ്റ്. അപ്പം ആ ഒരു ലോൺലിനെസ്, തെരേസയുടെ ലോൺലിനെസ് ഒക്കെ മനസ്സിലാക്കി ആ ഒരു സ്റ്റുഡൻറ്റ്, നമ്മൾ ആ സ്റ്റുഡൻറ്റിനെയാണ് പറയുന്നത് മിസ്റ്റർ സ്റ്റുഡൻറ്റ്, നറേറ്ററാണ് അല്ലേ, ഡിസ്കസസ് ദി ഇൻസിഡൻറ്റ് വിത്ത് ഹിസ് ക്ലാസ്മേറ്റ്. ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഈ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി പറയാണ്. അതായത് ഞാൻ തെരേസയോട് ഇങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്തത് എന്ന് ഈ സ്റ്റുഡൻറ്റ് ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, ഫ്രണ്ടിൻ്റെ അടുത്ത്, ഒരു ക്ലാസ്മേറ്റിൻ്റെ അടുത്ത്. റൈറ്റ് ദി പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ നമുക്ക് മാക്സിമം ഇതിനകത്ത് നിന്നൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ, ക്ലാസ്മേറ്റും മിസ്റ്റർ സ്റ്റുഡൻറ്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ക്ലാസ്മേറ്റ് യു ലുക്ക് ഡിസ്റ്റർബ്, വാട്ട് ഹാപ്പൻഡ് അല്ലേ. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ആ ഒരു മോഡലാണ് പോവുക. അതുപോലെ നമ്മുടെ ഫീലിങ്സ് ഒക്കെ റിവീൽ ചെയ്യാൻ പറ്റും നമ്മൾ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ ആണെങ്കിൽ. അപ്പോൾ ഇതൊരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ ആണ്, കാരണം ക്ലാസ്മേറ്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ ഇവിടെ ക്ലാസ്മേറ്റ് യു ലുക്ക് ഡിസ്റ്റർബ്, വാട്ട് ഹാപ്പൻഡ് ചോദിക്കുക അല്ലേ, എന്താ പറ്റിയത്. യെസ്, മിസ്റ്റർ സ്റ്റുഡൻറ്റ് ഐ മിസ്ജഡ്ജ് മൈ നെയ്ബർ തെരേസ, ഐ തോട്ട് ഷി വാസ് റൂഡ് ആൻഡ് സ്ട്രേഞ്ച്. എന്താ, എനിക്ക് ഒരു മിസ്റ്റേക്ക്, ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. വാട്ട് ഈസ് ദാറ്റ്? യെസ്, ഐ മിസ്അണ്ടർസ്റ്റുഡ് മൈ നെയ്ബർ തെരേസ. തെരേസ എന്ന് പറയുന്ന എൻ്റെ ഒരു നെയ്ബറിനെ ഞാൻ തെറ്റിദ്ധരിച്ചു അല്ലേ, മിസ്റ്റേക്കൻ, ബൈ മിസ്റ്റേക്ക് ഐ തോട്ട് ഷീ ഈസ് വെരി റഫ് ആൻഡ് ടഫ്. ക്ലാസ്മേറ്റ് ദി ടോൾ വുമൻ വിത്ത് എ ലൗഡ് വോയിസ്. അപ്പോൾ ക്ലാസ്മേറ്റിന് ഒരു ഐഡിയ ഉണ്ട്, കാരണം ഇതിന് മുന്നേ സ്റ്റുഡൻറ്റ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം, അതുകൊണ്ടല്ലേ അങ്ങനെ ചോദിക്കുക അല്ലേ ക്ലാസ്മേറ്റ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺവെർസേഷനിൽ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, ദി ടോൾ വുമൻ വിത്ത് എ ലൗഡ് വോയിസ്. ടോൾ വുമൻ ആണോ ലൗഡ് വോയിസ് ഒക്കെ ഉള്ള എന്ന് ചോദിക്കുകയാണ്. മിസ്റ്റർ സ്റ്റുഡൻറ്റ് യെസ് ഐ ഡിസ്ലൈക്ക് ഹർ ബിക്കോസ് ഓഫ് ഹർ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ. അത് തന്നെയാണ്, എനിക്ക് അവരെ തീരെ ഇഷ്ടമില്ലായിരുന്നു അല്ലേ, അവരുടെ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു റൂഡ് ബിഹേവിയർ കാരണം ഡിസ്ലൈക്ക് ഹർ അല്ലേ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു എന്ന് പറയുകയാണ് അല്ലേ ക്ലാസ്മേറ്റ്. ദെൻ വാട്ട് ചേഞ്ച് യുവർ ഒപ്പീനിയൻ. അത് കേൾക്കുമ്പോഴേ മനസ്സിലാവും ഇപ്പം ആ സ്റ്റുഡൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് അണ്ടർസ്റ്റുഡ്. സോ ദി ക്ലാസ്മേറ്റ് ആസ്ക്ഡ് ദെൻ വാട്ട് ചേഞ്ച് യുവർ ഒപ്പീനിയൻ. ഇപ്പോൾ ആ ഒപ്പീനിയന് എന്ത് ചേഞ്ചാണ് ഉണ്ടായതല്ലേ. മിസ്റ്റർ സ്റ്റുഡൻറ്റ് she asked me to write letters to an imaginary lover named Boles. At first I thought she was lying. അല്ലേ, ആദ്യം ഞാൻ വിചാരിച്ചു ഇവർക്ക് ലവറൊക്കെ ഉണ്ടോ, പിന്നെ എനിക്ക് മനസ്സിലായി അവർ അത്രയും ഭയങ്കര സിൻസിയറായിട്ട് പറഞ്ഞപ്പോൾ മനസ്സിലായി ഒരു ഇമാജിനറി ഒരു ലവർ ശരിക്കും ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ, ഇമാജിനറി ലവർ, ദാറ്റ് സൗണ്ട്സ് ഓഡ്. കണ്ടോ, ദാറ്റ് സൗണ്ട്സ് ഓഡ്. അത് വളരെ എന്താണ് ഒരു
വിശ്വസനീയമല്ലല്ലോ, ദാറ്റ് സൗണ്ട്സ് ഓഡ്, വളരെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ തോന്നുന്നുണ്ടല്ലോ എന്നുള്ളതിനാണ് ദാറ്റ് സൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സുകളും ഫ്രേസസും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കോൺവെർസേഷനിൽ. ദാറ്റ് സൗണ്ട്സ് ഓഡ്, അത് വളരെ തികച്ചും വളരെ എന്താണ് അപ്രതീക്ഷിതമായിട്ട് തോന്നുന്നുണ്ടല്ലോ, വളരെ ഓടായിട്ട് തോന്നുന്നുണ്ടല്ലോ. ഇമാജിനറി ലവ്, അങ്ങനെ ഒരു ലവറോ എന്ന് ഒരു ക്യൂരിയോസിറ്റിയിൽ ക്ലാസ്മേറ്റ് ചോദിക്കുകയാണ്. മിസ്റ്റർ സ്റ്റുഡൻറ്റ്, ഷീ ക്രിയേറ്റഡ് ഹിം ബിക്കോസ് ഷീ വാസ് ടെറിബ്ലി ലോൺലി. ശരിക്കും അവർ ഷീ ക്രിയേറ്റഡ് സച്ച് എ ക്യാരക്ടർ ബിക്കോസ് ഷീ ഇസ് ലോൺലി, അല്ലേ? ഷീ ഫെൽറ്റ് ദാറ്റ് ലോൺലിനെസ്, ആ ഒരു ടെറിബിൾ ലോൺലിനെസ് അവോയ്ഡ് ചെയ്യാൻ, ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് ടെറിബിൾ ലോൺലിനെസ് ഷീ ക്രിയേറ്റഡ് ദാറ്റ് ക്യാരക്ടർ. ആ ക്യാരക്ടർ ആ ഒരു ലോൺലിനെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവൾ ക്രിയേറ്റ് ചെയ്തതായിരുന്നു. ഷീ ഹാഡ് നോ വൺ ടു ലവ് ഹർ, അല്ലേ? ആരും അവളെ സ്നേഹിക്കാനായിട്ട് ഇല്ല. ക്ലാസ്മേറ്റ്, ദാറ്റ്സ് റിയലി സാഡ്. അപ്പോൾ ക്ലാസ്മേറ്റിനും കാര്യം മനസ്സിലായി, അയ്യോ അത് കഷ്ടമായി പോയല്ലോ. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് അവളെന്താണ് വളരെ ഒരു റഫായിട്ടുള്ള, ആരെയും സ്നേഹിക്കാനൊന്നും കഴിയാത്ത ഒരാളായിരുന്നു എന്നാണ്. മിസ്റ്റർ സ്റ്റുഡൻറ്റ്, ഐ ഫീൽ അഷെയിംഡ് ഓഫ് മൈ സെൽഫ്, അല്ലേ? എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ്. ഐ ജഡ്ജഡ് ഹർ വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹർ പെയിൻ. ഐ ജഡ്ജ് ഹർ, അല്ലേ? ഞാൻ എങ്ങനെയാണ് അവളെ ജഡ്ജ് ചെയ്തത്? അവളെ മനസ്സിലാക്കാതെ, ശരിക്കും അവളുടെ ഇന്നർ പെയിൻ, ഐ able to understand the inner pain in her, അല്ലേ? അവളുടെ ആ ഒരു ഇന്നർ പെയിൻ ഞാൻ ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നില്ല. ക്ലാസ്മേറ്റ്, അറ്റ്ലീസ്റ്റ് യു റിയലൈസ് യുവർ മിസ്റ്റേക്ക്. അപ്പോൾ ക്ലാസ്മേറ്റ് എന്ത് ചെയ്യുക? അത് ശരിയാന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? ഇല്ല. ക്ലാസ്മേറ്റ് ആയ സ്ഥിതിക്ക് എന്ത് ചെയ്യുക? ആശ്വസിപ്പിക്കണം, അല്ലേ? ഇത്രയും ഒരു പ്രോബ്ലം ഇവൻ ഷെയർ ചെയ്യുമ്പോൾ ക്ലാസ്മേറ്റ് ആ രീതിയിൽ വേണം റെസ്പോണ്ട് ചെയ്യാൻ, അല്ലേ? അപ്പോൾ കോൺവെർസേഷൻ എഴുതുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഓക്കെ, അറ്റ്ലീസ്റ്റ് യു റിയലൈസ് യുവർ മിസ്റ്റേക്ക്. നീ എന്തായാലും നിൻ്റെ മിസ്റ്റേക്കെങ്കിലും റിയലൈസ് ചെയ്തില്ലേ? മിസ്റ്റർ സ്റ്റുഡൻറ്റ്, യെസ്, നൗ ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ ലോൺലി ആൻഡ് ഹെൽപ്ലെസ് ഷീ വാസ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവൾ എത്രത്തോളം ലോൺലി ആയിരുന്നു, ഹെൽപ്ലെസ് ആയിരുന്നു എന്ന കാര്യം എനിക്കിപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഞാനതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്ന് റെസ്പോണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു കോൺവെർസേഷൻ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഏത് ചാപ്റ്ററിൽ? ഈ ചാപ്റ്ററിൽ. ഓക്കെ, ഒരു സ്റ്റുഡൻറ്റുമായിട്ടും ആരുമായിട്ടും ആ ഒരു കോൺവെർസേഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? എന്തൊക്കെയാണ് എഴുതേണ്ടതെന്നൊക്കെ ചെറിയ ഒരു ഐഡിയ വേണം മനസ്സിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് അന്നേരം എക്സാം ഹോളിൽ ഇരുന്ന് ഒരുപാട് ആലോചിക്കേണ്ട, ഈ ഒരു പോയിൻറ്റ്സ് ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ ലെറ്റർ റൈറ്റിംഗ് ആണേ. അപ്പോൾ ഇത് നമ്മൾ ബോക്സൊക്കെ വരയ്ക്കണം കേട്ടോ. ബോക്സൊക്കെ വരച്ച് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ലെറ്റർ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ അതും എന്ത് ചെയ്യുക? എല്ലാവരും എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരു ബോക്സിലൊക്കെ ലെറ്റർ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. മോസ്കോ. അപ്പോൾ എന്താണ്? ഇതൊരു ഫ്രണ്ട്ലി ലെറ്ററാണ്. കാരണം ഇതിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കറിയാം. ലെറ്റർ റൈറ്റിംഗ്. മിസ്റ്റർ സ്റ്റുഡൻറ്റ് റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ക്ലോസ് ഫ്രണ്ട് ഡിസ്ക്രൈബിംഗ് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് തെരേസ ആൻഡ് ഹിസ് ഫീലിംഗ്സ് ഓഫ് റിഗ്രറ്റ്. ഡ്രാഫ്റ്റ് ദി ലെറ്റർ. അപ്പോൾ മിസ്റ്റർ സ്റ്റുഡൻറ്റ് ക്ലോസ് ഫ്രണ്ടിനാണ് ലെറ്റർ അയക്കുന്നത്. ആ ഒരു തെരേസയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനാണ്. ആ ഒരു ഞാനിങ്ങനെ ബിഹേവ് ചെയ്തത് മോശമായിപ്പോയി എന്ന
ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഒരു ലാഗ് വന്നത്. അപ്പോൾ മിസ്സ് ഈ ഒരു ഭാഗം ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരികയാണ്. അപ്പോൾ ലെറ്റർ റൈറ്റിംഗ് എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി അതേപോലെയുള്ള ഡിസ്കോഴ്സ് റൈറ്റിംഗ് ആണ് ഇനി നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ലെറ്റർ റൈറ്റിംഗ്. ലെറ്റർ റൈറ്റിംഗ് നമുക്കറിയാം സാധാരണ ഒരു ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ. ഇവിടെ നമ്മൾ എന്താ ഒരു ഇൻഫോർമൽ ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടത്, നമുക്ക് ആ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കുക. ബാക്കി കോണ്ടൻ്റൊക്കെ സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു തെരേസയുടെ ക്യാരക്ടറും അതുപോലെ തന്നെ ആ ഒരു മെയിൻ ഇൻസിഡൻസും ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലെറ്റർ റൈറ്റിംഗ് എഴുതാം. നോക്കിക്കേ, ഇവിടെ ആ ഒരു ഫ്രം അഡ്രസ്സിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ, അല്ലാതെ ഫ്രം ടു ഡേറ്റ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഫോർമൽ ലെറ്ററിലാണ് അതൊക്കെ വേണ്ടത് അല്ലേ. ഒരു ഇൻഫോർമൽ ലെറ്റർ അഡ്രസ്സ് ചെയ്യുക, ഫ്രണ്ടിനെ അഡ്രസ്സ് ചെയ്യുക, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, അങ്ങനെ പറഞ്ഞാണ് നമ്മൾ എപ്പോഴും ലെറ്റർ സ്റ്റാർട്ട് ചെയ്യാറ് അല്ലേ. ദെൻ യു റിമെമ്പർ മൈ നെയ്ബർ തെരേസ, തെരേസയെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ. ഹു ഐ യൂസ് ടു ഡിസ്ലൈക്ക് ബിക്കോസ് ഓഫ് ഹർ റഫ് അപ്പിയറൻസ് ആൻഡ് ലൗഡ് വോയിസ് അല്ലേ. ആ ഒരു വോയിസ് കൊണ്ട് അപ്പിയറൻസ് കൊണ്ടൊക്കെ ഞാൻ ഹേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരുന്ന ഒരാളാണ്. റീസെൻ്റ്ലി ഷീ ആസ്ക്ഡ് മീ ടു റൈറ്റ് ലെറ്റേഴ്സ് ടു എ മാൻ നെയിം ബൊലേസ്. ബൊലേസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഇമാജിനറി ക്യാരക്ടർ എന്തിനാണ് ക്രിയേറ്റ് ചെയ്തത്, ആ ഒരു ലോൺലിനെസ്, ഇൻ ഓർഡർ ടു എസ്കേപ്പ് ഫ്രം ലോൺലിനെസ്. ദെൻ ഐ റിയലൈസ് ദിസ്, ഐ ഫെൽ ഡീപ്ലി അഷെയിംഡ് വെൻ ഐ നോ വാട്ട് ഹാപ്പൻ ടു ഹർ. ശരിക്കും അവൾക്ക് എന്താണ് സംഭവിച്ചത്, അവളെ ഞാൻ മിസ്ജഡ്ജ് ചെയ്തു എന്ന ഒരു റിഗ്രറ്റ് ആണ് ആ ഒരു കുട്ടി എഴുതുന്നത്. നമ്മൾ ആ ഒരു കോൺവെർസേഷനിൽ അത് തന്നെ പറഞ്ഞത് അല്ലേ, എങ്ങനെയാണ് റിഗ്രറ്റ് ചെയ്യുന്നത്, ഫ്രണ്ടിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നു. അതേപോലെ നമുക്കൊരു ലെറ്ററിലും ഇതേ ഒരു കോണ്ടന്റ് തന്നെ കൊടുക്കാം. ദെൻ നമുക്ക് എന്താ ഒരു ഡയറി എൻട്രി എങ്ങനെയാണ്, വളരെ നമ്മുടെ ഇന്നർ തോട്ട്സ് ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ ഡയറി എപ്പോഴും എഴുതാറുള്ളത് അല്ലേ. ഇവിടെ അതേപോലെ തന്നെ ഡേറ്റ് ആൻഡ് ഡേ മസ്റ്റ് ആണ് ഒരു ഡയറിക്ക്, ബോക്സ് ഒക്കെ വരച്ച് നീറ്റായിട്ട് എഴുതുക. ഓക്കെ, ഡേ ആൻഡ് ഡേറ്റ് മസ്റ്റ് ആണ്. ഇവിടെയും നമ്മുടെ ഇന്നർ ഫീലിങ്സ് ആണ്, തെരേസ കൺഫ്യൂസ് ചെയ്ത കാര്യവും ഒക്കെ. ഐ ലേൺ എ പെയിൻഫുൾ ലെസൺ. ഇവിടെ എപ്പോഴും നമ്മൾ ഡയറിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാസ്റ്റ് ടെൻസ്. യു മസ്റ്റ് യൂസ് ദി പാസ്റ്റ് ടെൻസ് ഇൻസൈഡ് എ ഡയറി വെൻ യു റൈറ്റ് എ ഡയറി. ഓക്കെ, നമ്മൾ പാസ്റ്റ് ടെൻസ് തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ചിലപ്പോൾ ഫ്യൂച്ചർ ടെൻസ് വരുന്നത് കണ്ടോ, അതെന്തുകൊണ്ടാണ്, അതായത് നമ്മൾ ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയുന്നതാണ് ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ഐ വിൽ ട്രൈ ടു ലുക്ക്, അത് നമ്മുടെ ഒരു ഫ്യൂച്ചർ റെസൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഞാൻ ഇനി തൊട്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് ഡയറിയിൽ നമ്മൾ എഴുതാറില്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, ആ സിറ്റുവേഷൻ മാത്രം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫ്യൂച്ചർ ടെൻസിൽ അതുപോലെ പ്രസൻറ്റ് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എഴുതാം. നമുക്കറിയാലോ എഴുതുമ്പോൾ ഇപ്പോൾ പ്രസൻറ്റിൻ്റെ ഒരു കാര്യമാണ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റിലെ ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ യു മസ്റ്റ് റൈറ്റ് ഇൻ പ്രസൻറ്റ് ടെൻസ്. വെൻ യു റൈറ്റ് അബൌട്ട് ദി ഫ്യൂച്ചർ that will happen, then you must write in future tense അല്ലേ. നമ്മൾ ഫ്യൂച്ചറിലെ ഒരു കാര്യത്തെയാണ് പറയുന്നതെങ്കിൽ you must write in future tense. Okay, then I feel ashamed of my harsh words and thoughts. നമ്മുടെ ഇന്നർ തോട്ട്സ്, ഞാൻ ഇങ്ങനെ ആയിരുന്നു, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ആ ഒരു വണ്ടർ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ല പിന്നെന്താ നമ്മുടെ എക്സ്ക്ലമേഷൻ മാർക്സ് വരുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുക. ഷീ ഓൺലി വാണ്ട് എ ലവ് ആൻഡ് അഫെക്ഷൻ, ഈസ് ദാറ്റ് ടു മച്ച് ഫോർ എനി ഹ്യൂമൻ ബീങ്. അതല്ലേ ഏറ്റവും ഒരാൾക്ക് വേണ്ടതല്ലേ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നർ സെൽഫിനോട് തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അതെല്ലാം നമ്മൾ ഡയറിയിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സും സെൻറ്റൻസും ഫ്രേസസും യു മസ്റ്റ് യൂസ് ഇൻ എ ഡയറി. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് എ ഡയറി എൻട്രി. ദെൻ വി ഹാവ് സ്പീച്ച് റൈറ്റിംഗ്. അതുപോലെ നമുക്ക് മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സ്പീച്ച് റൈറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വ്യൂ പോയിന്റിൽ ഡു നോട്ട് ജഡ്ജ് ബൈ അപ്പിയറൻസ് എന്ന തീമിനെ ബേസ് ചെയ്തിട്ട് സ്റ്റുഡൻറ്റ് തന്നെ നടത്തുന്ന ഒരു സ്പീച്ചാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ടുഡേ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് നോട്ട് ജഡ്ജിങ് പീപ്പിൾ ബൈ ദെയർ അപ്പിയറൻസ്. ഒരിക്കലും ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യെസ് അവരുടെ അപ്പിയറൻസിൽ ജഡ്ജ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാം. ലാസ്റ്റ്, ദിസ് എക്സ്പീരിയൻസ് ടോട്ട് മീ ദാറ്റ് എവറി പേഴ്സൺ ഹാസ് ഹിഡൻ സ്ട്രഗിൾസ്, വി മസ്റ്റ് ഷോ കൈൻഡ്നസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇൻസ്റ്റെഡ് ഓഫ് ക്രിറ്റിസിസം. അല്ലേ, നമ്മൾ ഒരാളെയും ക്രിറ്റിസൈസ് ചെയ്യരുത്, അവരെ മനസ്സിലാക്കാതെ നമ്മൾ ഒരിക്കലും ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യരുത് അല്ലേ. Let us treat everyone with respect and compassion. Thank you അല്ലേ. എല്ലാവരെയും വളരെ റെസ്പെക്റ്റ് ആയിട്ട് കമ്പാഷനേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്പീച്ച് റൈറ്റിംഗ്, ഇതൊക്കെ ഡിസ്കോഴ്സസ് ആണ്, ഇത് റൈറ്റിംഗ് സെക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ ഇതിനകത്ത് മേജറായിട്ട് നമുക്ക് തെരേസയെ പറ്റി അറിയാം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, ആ ഒരു ചേഞ്ച്, ഹൗ ഹി ചേഞ്ച് ഫ്രം the beginning to end, ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. വട്ട് എവർ ദി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ഈസിലി ആൻസർ ഓൾ ഓഫ് ദീസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നോട്ടീസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തായാലും ഒരു ക്വസ്റ്റ്യനിൽ ആ നോട്ടീസ് റൈറ്റിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആരാ, ഇനോഗ്രേഷന് വരുന്നത് ആരാ, അതല്ലെങ്കിൽ എന്താണ് കോണ്ടന്റ്, എവിടെയാണ് നടക്കുന്നത്, ഡേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. ഡേറ്റ് ഒന്നും മെൻഷൻ അഥവാ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ നോട്ടീസിൽ ഡേറ്റ്, ടൈം,
വെന്യൂ, എവിടെയാണ് നടക്കുന്നത്, ഡേറ്റ്, ടൈം, ഇത് മസ്റ്റായിട്ടും ഹൈലൈറ്റ് ചെയ്ത് തന്നെ നോട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സെൻട്രലായിട്ട് നമ്മൾ സ്കൂൾ, അതുപോലെ എന്താണ് പ്രോഗ്രാം, എന്താണ് അത് എന്തും ആവാം, എന്തിനേയും ബേസ് ചെയ്തിട്ടും ആവാം. അപ്പോൾ അങ്ങനെ ഒരു ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് വേണം എഴുതാൻ. പിന്നെ കോണ്ടന്റ് ആ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് ഇന്ന ആളാണ് ഇനോഗ്രേഷന് വരുന്നത്, ഇതിൻ്റെ മെയിൻ ഇത് സെലിബ്രേഷൻ ആണോ എന്താണോ ആ ഒരു കോണ്ടന്റ് എന്താണോ അത് അതേപോലെ എഴുതുക. ദെൻ ഓൾ സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ് ആർ കോർട്ട്ലി ഇൻവൈറ്റഡ്, എല്ലാവരെയും വിനീതമായി ക്ഷണിക്കുകയാണ് അല്ലേ. നോട്ടീസ് എപ്പോഴും ഇൻവൈറ്റ് ചെയ്യുകയാണ് ആൾക്കാർ, അത് മസ്റ്റായിട്ടും ഉണ്ടാവണം. ലെറ്റ് us കം ടുഗദർ ഫോർ എ വണ്ടർഫുൾ സെലിബ്രേഷൻ, എന്താണോ നടക്കാൻ പോകുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഇൻവൈറ്റ് ചെയ്യാം. ദെൻ പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ, സെക്രട്ടറി, ലിറ്റററി ക്ലബ്, എന്താണോ ഒരു ക്ലബിൻ്റെ പേരും സെക്രട്ടറി അത് മസ്റ്റായിട്ട് ഉണ്ടാവുക. സിഗ്നേച്ചർ, ഡേറ്റ്, പിന്നെ സ്കൂളിൻ്റെ നെയിം, അത് നമ്മൾ ABC അങ്ങനെ ഇട്ടാൽ മതി. നമ്മൾ അല്ലാതെ നമ്മുടെ സ്കൂളിൽ നിന്നും SLC എക്സാമിനൊന്നും മെൻഷൻ ചെയ്യേണ്ട. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ നോട്ടീസ് എന്തായാലും എഴുതുക. ഇനി നമുക്ക് ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ഡീറ്റെയിലും കൂടെ ഷെഡ്യൂൾ ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ആൻഡ് you can easily score marks. ഓക്കെ, നല്ല മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പ്രോഗ്രാംസും കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ. ഓക്കെ, എന്താണോ പ്രോഗ്രാം അതിനെ ബേസ് ചെയ്തിട്ട് വേണം എപ്പോഴും നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, ഇനി നമ്മൾക്ക് കുറച്ച് MCQ സെക്ഷനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ജസ്റ്റ് ഇൻ ഓർഡർ ടു റിവൈസ് ഓൾ ദീസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആൻഡ് ഇൻസിഡൻസ് ഇൻ ദിസ് ചാപ്റ്റർ. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വളരെ ക്വിക്കായിട്ട് ഒരു MCQ സെഷൻ ഡീൽ ചെയ്യാൻ പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും ആൻസർ ചെയ്യുക, കാരണം ഇതൊക്കെ വളരെ ഈസിയാണ്. ഒന്ന് നിങ്ങളെ റീകോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു MCQ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇതെന്ത് ചെയ്യാം വളരെ ടഫായിട്ടുള്ളതും ഒന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, വളരെ ഈസിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ പോയിന്റ്സ് ഒക്കെ, ഈ ഒരു ഓപ്ഷൻസ് കാണുമ്പോൾ പെട്ടെന്ന് ആ ഒരു കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ റിവൈസ് ചെയ്യുകയാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്യുക. ഓക്കെ, ഹു ഈസ് ദി ഓഥർ ഓഫ് ബിലവഡ് ബോളേഴ്സ്? ഏതാണ് ഓഥർ? ആരാണ്? യെസ്, ഈസിയാണ്, മാക്സിം ഗോർക്കി. ഹു വാസ് ദി നറേറ്റർ സ്റ്റഡിങ്? എവിടെയായിരുന്നു നറേറ്റർ സ്റ്റുഡൻറ്റ് പഠിച്ചിരുന്നത്? ആ ഒരു പ്ലേസ് മെൻഷൻ ചെയ്തിരുന്നു, മോസ്കോ. ഹൗ ഇസ് തെരേസ ഡിസ്ക്രൈബ്ഡ് ഇൻ ദി ബിഗിനിങ്? ബിഗിനിങ്ങിൽ എങ്ങനെയായിരുന്നു തെരേസ ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടത് അല്ലേ? ജെന്റിൽ ആൻഡ് സോഫ്റ്റ് സ്പോക്കൺ, വീക്ക് ആൻഡ് ടിമിഡ്, ടോൾ, സ്ട്രോങ് ആൻഡ് ക്വയസ് ലുക്കിംഗ് അല്ലേ? ഓപ്ഷൻ കാണുമ്പോഴേ അറിയാം അല്ലേ, ടോൾ, സ്ട്രോങ് ആൻഡ് ക്വയസ് ലുക്കിംഗ് അങ്ങനെയായിരുന്നു അല്ലേ? റഫായിട്ടാണ് കണ്ടിരുന്നത്. വൈ ഡിഡ് ദി നറേറ്റർ അവോയ്ഡ് തെരേസ? എന്തുകൊണ്ടാണ് നറേറ്റർ തെരേസയെ അവോയ്ഡ് ചെയ്തത്? ഹി വാസ് എഫ്രെയ്ഡ് ഓഫ് ഹർ അപ്പിയറൻസ് ആൻഡ് വോയിസ്. ആ ഒരു അപ്പിയറൻസിലും വോയിസിലും ഒക്കെ പേടിച്ചിരുന്നു, അതുകൊണ്ടാണ് അവോയ്ഡ് ചെയ്തത്. വാട്ട് ഫേവർ ഡിഡ് തെരേസ ഫസ്റ്റ് ആസ്ക് ഫ്രം ദി നറേറ്റർ? നറേറ്ററിൻ്റെ അടുത്ത് ആദ്യമായിട്ട് എന്ത് ഫേവറാണ് തെരേസ ചോദിച്ചിരുന്നത്? ടു റൈറ്റ് എ ലെറ്റർ. എന്താണ്? ടു റൈറ്റ് എ ലെറ്റർ, എനിക്കൊരു ലെറ്റർ എഴുതി തരാനാണ് ചോദിച്ചത്, അല്ലാതെ ഫുഡ് മണി ഒന്നുമല്ല. യെസ്. ടു ഹൂം വാസ് ദി ഫസ്റ്റ് ലെറ്റർ അഡ്രസ്? ആർക്കായിരുന്നു ആദ്യമായിട്ട് ലെറ്റർ അഡ്രസ് ചെയ്തിരുന്നത്? പേരൻസ്, ബ്രദർ, യെസ്, ബൊലെസ്ല കഷ്പുട്ട്, ദി ലാൻഡ് ലോഡ്. യെസ്, ബൊലെസ്ല കഷ്പുട്ടിനാണ്, ആ ലവറിനാണ് ആദ്യമായിട്ട് ആ ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ അഡ്രസ് ചെയ്തത്. പിന്നീട് തെരേസ എന്ന് തന്നെ പേര് വെച്ചിട്ടാണ് അടുത്ത ലെറ്റർ എഴുതാനായിട്ട് ആവശ്യപ്പെട്ടത്. അപ്പോഴേക്കും കള്ളം പിടിച്ചു അല്ലേ? യെസ്. വൈ ഡിഡ് ദി നറേറ്റർ ഓൾമോസ്റ്റ് ബസ്റ്റ് ഔട്ട് ലാഫ്റ്റർ? അതായത് യെസ്, ബസ്റ്റ് ഔട്ട് ലാഫിങ്, പെട്ടെന്ന് ഒരു ചിരിയൊക്കെ വന്ന് എന്നൊക്കെ പറഞ്ഞ് ഒരു പരിഹാസ ചിരിയൊക്കെ വന്നത് ഏത് സമയത്തായിരുന്നു? ഓർമ്മയുണ്ടോ? തെരേസ മെയ്ഡ് എ ജോക്ക്, എന്തെങ്കിലും ജോക്ക് പറഞ്ഞോ തെരേസ? ദി ലെറ്റർ വാസ് ഫുൾ ഓഫ് റൊമാൻറ്റിക് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ആ ഒരു ഡവ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് സഫറിങ്, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് പറഞ്ഞതുകൊണ്ടാണോ? ഷീ മിസ്പെൽഡ് വേർഡ്സ്, ഷീ ക്രൈ ലവ്ലി. ഏതാണ്? ദി ലെറ്റർ വാസ് ഫുൾ ഓഫ് റൊമാൻറ്റിക് എക്സ്പ്രഷൻസ്, അതുകൊണ്ടാണ് എന്താ വെള്ളരി പ്രാവ് എന്നൊക്കെ പറഞ്ഞ് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഇവരിൽ നിന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ബോയ് അല്ലേ, ആ സ്റ്റുഡൻറ്റ്. അതുകൊണ്ടാണ് അയാൾക്ക് ചിരി വന്നത്. വാട്ട് ട്രൂത്ത് ഡിഡ് നറേറ്റർ ഫൈനലി ഡിസ്കവർ? എന്ത് ട്രൂത്താണ് നറേറ്റർ ഫൈനലി കണ്ടുപിടിച്ചത് തെരേസയെ പറ്റി? ബൊലേസ് ആൻഡ് ദി അതർ തെരേസ ഡിഡ് നോട്ട് എക്സിസ്റ്റ്. ബൊലേസയും ഇല്ല, വേറൊരു തെരേസയും ഇല്ല, വേറൊരു തെരേസയാണ് ഇനി ലെറ്റർ എഴുതുന്നതെന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴേ കാര്യം മനസ്സിലായി. ശരിക്കും ബൊലേസും ഇല്ല, തെരേസയും ഇല്ല, ആരും ഇല്ല. യെസ്, ആ ട്രൂത്താണ് നറേറ്റർ ഫൈനലി റെക്കഗ്നൈസ് ചെയ്തത്. വൈ ഡിഡ് തെരേസ ഇൻവെൻറ്റ് ബൊലേസ്? ബൊലേസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെൻറ്റ് ചെയ്തത് തെരേസ? എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്? ടു ഓവർകം ഹർ ലോൺലിനെസ്, അവളുടെ ലോൺലിനെസ് അല്ലേ, ഒരു ഒറ്റപ്പെടൽ മറികടക്കാനായിട്ടാണ്. ഇൻ ഓർഡർ ടു ഓവർകം ദാറ്റ് ലോൺലിനെസ്, യെസ്, ഷീ ക്രിയേറ്റഡ് ദാറ്റ് ക്യാരക്ടർ. ദെൻ വാട്ട് ഈസ് ദി സെൻട്രൽ തീം ഓഫ് ദി സ്റ്റോറി? ആ ഒരു സ്റ്റോറിയുടെ സെൻട്രൽ തീം എന്ന് പറയുന്നത് എന്താണ്? ലോൺലിനെസ് ആൻഡ് ഹ്യൂമൻ നീഡ് ഫോർ എഫെക്ഷൻ ആണ്. എന്താണ്? ലോൺലിനെസ്, അതുപോലെ ഹ്യൂമൻ നീഡ് ഫോർ എഫെക്ഷൻ. വാട്ട് ലെസൺ ഡസ് ദി സ്റ്റോറി കൺവേ? എന്ത് ലെസൺ ആണ് ആ ഒരു സ്റ്റോറി കൺവേ ചെയ്യുന്നത്?
ഡു നോട്ട് ജഡ്ജ് അതേഴ്സ് വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദെയർ പെയിൻ. മറ്റുള്ളവരുടെ വേദന, പെയിൻ മനസ്സിലാക്കാതെ ഒരിക്കലും നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യരുത് എന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, ദെൻ ദി നറേറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് തെരേസ ചേഞ്ചസ് ഫ്രം. നറേറ്ററിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്? ലവ് ടു ഹേറ്റ്രഡ്, ഫിയർ ടു എംപതി, റെസ്പെക്ട് ടു ആങ്കർ, ഇൻഡിഫറൻസ് ടു ജലസി. കൺഫ്യൂസ്ഡ് ആയോ? ഓപ്ഷൻ കണ്ടിട്ട് ഏതിലേക്കാണ് ചേഞ്ച് ആയത്? ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, ഈസിയാണ്. ഫിയർ ടു എംപതി, ഫിയർ പേടിയായിരുന്നു ആദ്യം നറേറ്റർ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻറ്റിനുണ്ടായിരുന്നു. അത് എന്തായിട്ടാണ് ചേഞ്ച് ചെയ്തത്? എംപതി ആയിട്ടാണ് ചേഞ്ച് ചെയ്തത് അല്ലേ. അയ്യോ കഷ്ടമായിപ്പോയല്ലോ, ഞാൻ ഇങ്ങനെ വിചാരിക്കേണ്ടായിരുന്നു, ഇവരിത്രയും മനസ്സിൽ ഇത്രയും ലോലമായിട്ടുള്ളൊരു ഹൃദയമായിരുന്നോ ഇവർക്കുള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു, ആ ഒരു ചേഞ്ച് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. യെസ്, ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. യെസ്, നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ തീം, ഇതേപോലെ സമ്മറി, അതുപോലെ അതുമായിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഇതാണ് പ്രിഫറൻസ് നാഷണൽ, ഫെറ്റു ഡിയോമിൻ്റെ പ്രിഫറൻസ് നാഷണൽ. അപ്പോൾ ഇതിനകത്ത് എന്താണ് പ്രിഫറൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് നേഷനെ ബേസ് ചെയ്തിട്ട് അല്ലേ എന്തെങ്കിലും പ്രിഫറൻസ് ആർക്കെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ കളറിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രിഫറൻസ് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ, ക്ലാസ്, ജെൻഡർ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രിഫറൻസ് ഒരാൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, പ്രിഫറൻസ് എങ്ങനെയാണ് ഒരാൾക്ക് കിട്ടുന്നത് അല്ലേ, മുൻഗണന എന്തിൻ്റെയെങ്കിലും ബേസിൽ ഒരാൾക്ക് മുൻഗണന കിട്ടുന്നുണ്ടോ, പ്രിഫറൻസ് കിട്ടുന്നുണ്ടോ, അത് മറ്റുള്ളവരുടെ റൈറ്റ്സിനെ ദോഷമായിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ നെഗറ്റീവായിട്ട്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ചാപ്റ്ററാണ് അല്ലേ ഫെറ്റു ഡിയോമിൻ്റെ പ്രിഫറൻസ് നാഷണൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി നമ്മൾ പറയുമ്പോഴേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മെയിൻ തീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻസിഡൻസ് ആണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്, വാട്ട് ഇസ് ദ മെസ്സേജ് ബിഹൈൻഡ് ഇറ്റ് എന്നൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, Preference National is a powerful prose piece that exposes racial discrimination and the harsh realities faced by immigrants in France. അല്ലേ, അപ്പോൾ ഫ്രാൻസിലെ കാര്യമാണ്. അവിടെയുള്ള ആൾക്കാർ തമ്മിൽ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ, അവിടെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് പീപ്പിൾ ഉണ്ടാവാം. അപ്പോൾ അവരിൽ എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ എല്ലാവരും പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ജോബ് ഓപ്പർച്യൂണിറ്റി, എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡിഫറൻസസ് ഒക്കെ അവർ കാണിക്കുന്നുണ്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രാൻസ് അവിടുത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നതെന്ന് ഓർക്കുക. ഓക്കെ, ദി നറേറ്റർ എക്സ്പ്ലെയിൻസ് ഹൗ ദി ലോ ഹാസ് ചേഞ്ച് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് മിസ്റ്റർ ബോർഡേഴ്സ്. മിസ്റ്റർ ബോർഡേഴ്സ് എന്താണ് സിംബലൈസ് ചെയ്യുന്നത്? അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം അല്ലേ. മിസ്റ്റർ ബോർഡേഴ്സ് എന്താണ്? മിസ്റ്റർ ബോർഡേഴ്സ് എ സിംബൽ ഓഫ് സ്ട്രീറ്റ് നാഷണൽ ബൗണ്ടറീസ്. ഒരുപാട് റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ ഇതൊക്കെ അവരവരുടെ ഓരോ നേഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പലരെയും ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലാതെ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ്, ഈക്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല ചിലപ്പോൾ ചില റൂൾസും റെഗുലേഷൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഓരോ ആൾക്കാരെ, ചില ആൾക്കാരെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ഫ്രാൻസിൽ എന്തോ സംഭവിച്ചു അല്ലേ, എന്തോ ഒരു അങ്ങനെയുള്ള പ്രിഫറൻസ് വന്നു, ആർക്കോ കിട്ടി അല്ലേ. അതാണ് നമ്മൾ നോക്കുന്നത്. മിസ്റ്റർ ബോർഡേഴ്സ് എ സിംബൽ ഓഫ് സ്ട്രിക്റ്റ് റൂൾസ്, അല്ലെങ്കിൽ ആ ഒരു നാഷണൽ ബൗണ്ടറീസ് ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദി ന്യൂ റൂൾ എന്തായിരുന്നു ആ ഒരു ആദ്യം തന്നെ ആ ഒരു ലോയുടെ ഷിഫ്റ്റാണ്, ആ ഒരു ചേഞ്ച് ഓഫ് റൂളാണ് ആദ്യം പറയുന്നത് അല്ലേ. വാട്ട് ഇസ് ദാറ്റ് ന്യൂ റൂൾ? Even if a foreign woman marries a French citizen, she must wait 2 years to claim citizenship benefits. അതായത് നമ്മൾ ആ ഒരു ഫ്രാൻസിൽ ഒരാളെ, ഫോറിനർ ആയിട്ടുള്ള ഒരാൾ ഫ്രാൻസിലെ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചാൽ അല്ലെ, മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുക? 2 years, അത്രയും വെയിറ്റ് ചെയ്യണം അല്ലേ. ഡ്യൂറിങ് ദിസ് പീരീഡ് മെനി മാരേജസ് ബ്രേക്ക് ഡൗൺ. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് കാരണം ആ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവാം, മാരേജിൽ പ്രോബ്ലംസ് ഉണ്ടാവാം. ലീവിങ് ദി ഫോറിൻ വുമൻ വിതൗട്ട് റൈറ്റ്സ് ഓഫ് സെക്യൂരിറ്റി. കാരണം 2 വർഷം അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു മാരേജും സ്മൂത്തായിട്ട് പോകണം, ഒരു റിലേഷൻഷിപ്പും സ്മൂത്തായിട്ട് പോകണം. അതുപോലെ തന്നെ അവർ 2 years വെയിറ്റ് ചെയ്യണം ഒരു സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടി. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗണോ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം ഇവർ എന്താണ് സെപ്പറേറ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വുമൻ അല്ലെങ്കിൽ ആ പാർട്ട്ണർ വളരെയധികം സഫറിങ്സ് നേരിടേണ്ടി വരും. ആ ഒരു സഫറിങ്ങിനെ, സ്ട്രഗിളിനെയൊക്കെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അവർക്കൊരു റൈറ്റ്സോ സെക്യൂരിറ്റിയോ ഒന്നും തന്നെ ആ കൺട്രി പ്രൊവൈഡ് ചെയ്യില്ല അല്ലേ. യെസ്,
ആ ഒരു പതറ്റിക് സിറ്റുവേഷൻ ആണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു സ്റ്റോറിയിൽ. ഓക്കെ, through satire the narrator remarks that her Senegalese cat has proper papers while she does not, highlights the absurdity of the system. Senegalese ആ ഒരു റൈറ്റർ, നമ്മുടെ റൈറ്ററും സെനിഗലൈസ് ആണ്, അതായത് വെസ്റ്റ് ആഫ്രിക്കൻ ഓക്കെ റൈറ്ററാണ്. അപ്പോൾ ഇവിടെ സെനിഗലൈസ് കാറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഇപ്പം ആഫ്രിക്കൻ ആയിട്ടുള്ള ഒരു കാറ്റിന് പ്രോപ്പർ പേപ്പേഴ്സ് കിട്ടും, പക്ഷേ ഹ്യൂമൻ ബീയിങ്ങിന് അതിനുള്ള അവകാശമില്ല. അതായത് ഹ്യൂമൻ ബീങ്സ് അവിടെ ഫുള്ളി അവോയ്ഡഡ് ആണ് ഇങ്ങനെയുള്ള റൂൾസിലും കാര്യങ്ങളിലുമൊക്കെ. അതായത് ആനിമൽസിൻ്റെ വില പോലും മനുഷ്യന് കിട്ടാത്ത ഒരു സ്ഥലത്തെ അവസ്ഥയാണ് ഇവിടെ പോർട്രേ ചെയ്ത് കാണിക്കുന്നത്. യെസ്, വൈൽ ഷീ ഡിസ് നോട്ട്, ഹൈലൈറ്റിംഗ് ദി അബ്സേർഡിറ്റി ഓഫ് ദി സിസ്റ്റം. ശുദ്ധ മണ്ടത്തരം അല്ലെങ്കിൽ അസംബന്ധമായിട്ടുള്ള ഒട്ടും ലോജിക്കില്ലാത്ത ഒരു കാര്യത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ആ ഒരു സെനിഗലൈസ് കാറ്റിൻ്റെ കാര്യം മെൻഷൻ ചെയ്യുന്നത്. അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, അബ്സേർഡിറ്റി ഓഫ് ദി സിസ്റ്റം, ഈ റൂൾസിൻ്റെയൊക്കെ എന്താണ് പൊള്ളയായ ഒരു പൊള്ളത്തരം എടുത്തു കാണിക്കുകയാണ് അല്ലേ. അബ്സേർഡിറ്റി ഓഫ് ദി സിസ്റ്റം തുറന്നു കാണിക്കുന്ന, പോർട്രേ ചെയ്യുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഒരു കാറ്റിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത്. ഓക്കെ, the author shows that discrimination is not only in laws but also in the attitudes of ordinary people. അതുപോലെ പറയുന്നു, ഓതർ പറയുന്ന കാര്യം ഡിസ്ക്രിമിനേഷൻ, അതായത് എന്തിൻ്റെങ്കിലും ബേസിലാവട്ടെ ഒരു വേർതിരിവ്, ഒരു ഡിഫറൻസ് കാണിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി ഇൻ ലോസ് ബട്ട് ഓൾസോ ഇൻ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ഓർഡിനറി പീപ്പിൾ. ഓർഡിനറി പീപ്പിളിനോടുള്ള ആറ്റിറ്റ്യൂഡിലാണ്, ലോസിൽ മാത്രമല്ല അവരോടുള്ള ആറ്റിറ്റ്യൂഡിലും ഈ ഒരു ഡിഫറൻസ് കാണിക്കുന്നത്. ലോസ് തന്നെ എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടുന്നില്ല, അത് മാത്രമല്ല ഓർഡിനറി പീപ്പിളിനോടുള്ള ആറ്റിറ്റ്യൂഡും ഡിഫറെൻ്റ് ആണ്. സ്മോൾ എംപ്ലോയേഴ്സ് മേക്ക് നാഷണൽ പ്രിഫറൻസ് എഫക്റ്റീവ് ബൈ റിഫ്യൂസിങ് ജോബ്സ് ടു ഫോറിനേഴ്സ്. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, സ്മോൾ എംപ്ലോയേഴ്സ്, അതായത് ചെറിയ ചെറിയ എംപ്ലോയേഴ്സില്ലേ, ചെറിയ കടകളും ഷോപ്സ് ഒക്കെ അങ്ങനെ നടത്തുന്ന എംപ്ലോയേഴ്സ് നാഷണൽ പ്രിഫറൻസ് എഫക്റ്റീവ് ആക്കുന്നത്. അവരെങ്ങനെയാണ് നാഷണൽ പ്രിഫറൻസ് എഫക്റ്റീവ് ആക്കുന്നത്? റിഫ്യൂസിങ് ജോബ്സ് ടു ഫോറിനേഴ്സ്, വളരെ താഴെ ഒരു നോർമൽ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഷോപ്പൊക്കെ ഷോപ്പിൻ്റെ ആൾക്കാരും അങ്ങനെയുള്ള ഷോപ്പ് ഓണേഴ്സായിട്ടുള്ള ആൾക്കാർ പോലും നോർമൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള വളരെ പതറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഷോപ്പ് ഓണേഴ്സ് പോലും ആർക്ക് ജോബ് കൊടുക്കാനായിട്ട് റെഡി ആവുന്നില്ല, ഈ ഫോറിനേഴ്സിന് ജോബ് റിഫ്യൂസ് ചെയ്യാണ്. അപ്പോൾ അതിൽ നിന്നും ആ ഒരു നാഷണൽ പ്രിഫറൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വീണ്ടും ഉയർന്നു വരികയാണ്. അതായത് ഒരുപാട് ആൾക്കാരും ഇതുപോലെ ഒരു മിഡിൽ ക്ലാസ് ലെവലിലുള്ള ആൾക്കാർ, ഹൈ ലെവൽ ആൾക്കാരല്ലെങ്കിൽ സുപ്രീമസി, ആ ഒരു വൈറ്റ് സുപ്രീമസിയുടെ മേളിൽ ആ ഒരു ജഡ്ജ്മെൻറ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു റൂളിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കില്ല ആ ഒരു നാഷണൽ പ്രിഫറൻസ് അത് കാണിക്കുന്നത്. കൂടുതലും ആരാ, ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരല്ലേ കൂടുതൽ. അപ്പോൾ അവർ പോലും ആരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, യെസ് ഈ ഫോറിനേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവരുടെ ഷോപ്പിൽ ഇപ്പോൾ ഒരു ജോബിന് വേണ്ടി വരുന്നത് ഒരു ഫോറിനർ ആണെങ്കിൽ അവർക്ക് ജോബ് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടേമിന് ഇത്രയും സിഗ്നിഫിക്കൻ അല്ലെങ്കിൽ അത്രയും ഒരു പോപ്പുലാരിറ്റി അവിടെ കിട്ടുന്നത്. ഓക്കെ, യെസ്. ദെൻ ദി നറേറ്റർ അപ്ലൈസ് ഫോർ എ സെയിൽസ് ഗേൾ ജോബ് അറ്റ് എ ബേക്കറി. അതായത് ബേക്കറി നടത്തുന്നത് വളരെ ഹൈ ക്ലാസ് ഉള്ള ആൾക്കാരൊന്നുമല്ല, ഇപ്പോൾ നോർമൽ മിഡിൽ ക്ലാസ് ആണ്. അപ്പോൾ ഒരു സെയിൽസ് ഗേളിനുള്ളൊരു ജോബ് അന്വേഷിച്ചാണ് നമ്മുടെ നറേറ്റർ വരുന്നത്. ഓക്കെ, ദോ ഷീ ഈസ് വെൽ ക്വാളിഫൈഡ്, ദി ഓണർ റിജക്ട്സ് ഹർ ബിക്കോസ് ഷീ കനോട്ട് സ്പീക്ക് ദി അൽസേഷ്യൻ ഡയലക്റ്റ്. അല്ലേ, ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ ബേക്കറിയിലെ ജോബ് കിട്ടാനുള്ള അതിലും കൂടുതൽ ക്വാളിഫിക്കേഷൻ നമ്മുടെ ഓതറിനുണ്ട് അല്ലേ, നറേറ്ററിനുണ്ട്. എന്നിട്ട് പോലും അയാൾ റിഫ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ബേക്കറി ഓണർ റിഫ്യൂസ്ഡ് ഹർ ബിക്കോസ് ഓഫ് ഷീ ഡസൻറ്റ് നോ ദി അൽസേഷ്യൻ ഡയലക്റ്റ്. അതൊരു ജർമ്മൻ അല്ലെങ്കിൽ അവിടുത്തെ ഫ്രാൻസിലെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡയലോഗ് അല്ലെങ്കിൽ ആ ഒരു എന്താ ചെയ്യുക ഡയലക്റ്റ്, അത് അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് ഒരിക്കലും ഒരു ഫോറിനറിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഡയലക്റ്റ് അറിയുന്നവർക്ക് മാത്രമേ ഇവിടെ ജോബുള്ളൂ എന്ന് പറയുന്നതിൽ എന്താണ്, ആ നാഷണൽ പ്രിഫറൻസ് ആണ് കാണിക്കുന്നത്. അതായത് എൻ്റെ നേഷനിലുള്ള ആൾക്കാർക്ക്, എൻ്റെ രാജ്യത്തുള്ള ആൾക്കാർക്ക് മാത്രമേ ഞാൻ ജോബ് കൊടുക്കൂ. അത് ഓൾറെഡി അഡ്വർടൈസ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അവർ വരുന്ന ടൈമിൽ അവരെ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു റീസൺ പറയുന്നത് ഞങ്ങൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കണം. അതൊരിക്കലും അവർക്ക് പറ്റില്ല. പക്ഷേ ഷീ നോ ഹൗ ടു സ്പീക്ക് ഫ്രഞ്ചിലായതുകൊണ്ട് ഫ്രഞ്ച് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. പക്ഷെ അതല്ല വേണ്ടത്, അവരുടെ അതേ ഡയലക്റ്റ് അത് ഒരിക്കലും നമുക്ക് വേറൊരു ഫോറിനറിന് സംസാരിക്കാൻ പറ്റില്ല. സോ അങ്ങനെ അവൾ റിജക്റ്റ് ചെയ്യപ്പെടുന്നു അല്ലേ. ഇസ് റേസിസ്റ്റ് റിമാർക്ക്, വൈ ഡോണ്ട് യു ഗോ ആൻഡ് വർക്ക് ഇൻ യുവർ കൺട്രി, അല്ലേ, യുവർ ഓൺ കൺട്രി. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ കൺട്രിയിൽ പോയി ജോലി ചെയ്തുകൂടാ?
എന്നും കൂടെ ചോദിക്കുമ്പോൾ അവിടെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, ഇവർക്ക് ഇവിടെ യാതൊരു റൈറ്റ്സും ഇല്ല ജീവിക്കാൻ എന്നൊരു കാര്യം വീണ്ടും ഇവരിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ക്വസ്റ്റ്യനിലൂടെ അവരുടെ റിമാർക്സിലൂടെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഹ്യൂമിലിയേറ്റ്സ്, അതവളെ വല്ലാതെ എന്താണ് ഡിസ്റ്റർബ് ആക്കുന്നു അല്ലേ. She internally reflects on how France had exploited African countries in the past, yet now denies Africans equal rights. എത്രമാത്രം പണ്ട് ആഫ്രിക്ക എന്ന് പറയുന്ന അവരുടെ കൺട്രിയെ കൊള്ളയടിച്ച ആൾക്കാരാണ്, എക്സ്പ്ലോയിറ്റ് ചെയ്തവരാണ് ഈ ഫ്രഞ്ചുകാർ അല്ലേ. എന്നിട്ട് ഇപ്പോൾ ആഫ്രിക്കൻസ് ആയിട്ടുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ റൈറ്റ്സ് അത് കിട്ടുന്നില്ല അല്ലേ. അവളിവിടെ വന്ന് ഒരു മാരേജൊക്കെ കഴിഞ്ഞ് അവൾക്കൊരു സിറ്റിസൺഷിപ്പ് കിട്ടുന്നില്ല, ജോബ് കിട്ടുന്നില്ല, എങ്ങനെ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നിട്ടും അവൾക്ക് ഒന്നും ആകാൻ പറ്റുന്നില്ല. ഒരു നോർമൽ ബേക്കറിയിൽ പോലും സെയിൽസ് ഗേൾ ആയിട്ട് പോലും അവളെ ജോബിന് എടുക്കുന്നില്ല. അത്രയും ഒരു പതറ്റിക് സിറ്റുവേഷനാണ് ഇതിലൂടെ പോർട്രേ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ലേറ്റർ ഷീ അപ്ലൈസ് ഫോർ എ ട്യൂട്ടറിങ് ജോബ്. പിന്നീട് അവൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജോബാണ് തിരഞ്ഞെടുത്തത്. ഏതാണ്? ഒരു ട്യൂട്ടറിങ് ജോബാണ്. A supermarket cashier interviews her but refuses to hire her, saying she wants a European type person. വീണ്ടും നമ്മൾ അവിടെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഇപ്പം സൂപ്പർ മാർക്കറ്റിലെ ആൾക്കാരായാലും അല്ലെങ്കിൽ ഇപ്പോൾ ബേക്കറിയിലൊക്കെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരാണ് മിഡിൽ ക്ലാസ് ആണ് അവിടെ കൂടുതൽ. അവരാണ് ഈ പ്രിഫറൻസ് നാഷണലെ ഇമ്പോസ് ചെയ്യുന്നത് അല്ലേ. തൻ്റെ നേഷനാണ് പ്രിഫറൻസ് എന്ന കാര്യം അവർ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സെയിങ് ഷി വാസ് എ യൂറോപ്യൻ ടൈപ്പ് പേഴ്സൺ. എനിക്ക് നിങ്ങളെപ്പോലെയുള്ള ഒരാളെ അല്ല വേണ്ടത്, യൂറോപ്യൻ കൈൻഡ് പേഴ്സൺ ആണ്. ഐ നീഡ് എ യൂറോപ്യൻ കൈൻഡ് പേഴ്സൺ ആൻഡ് ഡസ് നോട്ട് വാണ്ട് ഹെർ ചൈൽഡ്സ് എഡ്യൂക്കേഷൻ മെസ്ഡ് അപ്പ് അല്ലേ. എനിക്കൊരിക്കലും എന്താണ് എൻ്റെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. അപ്പം നിങ്ങളെപ്പോലെ ഒരാൾ എൻ്റെ കുട്ടിയെ ടീച്ച് ചെയ്താൽ അത് ശരിയാവില്ല എന്നൊരു ഒപ്പീനിയനാണ്. പക്ഷേ ആക്ച്വലി ആ ഒരു സൂപ്പർ മാർക്കറ്റ് കാഷ്യർ അവർക്ക് വേണ്ടത്ര എഡ്യൂക്കേഷൻ ഇല്ല, ക്വാളിഫിക്കേഷൻ ഇല്ല. അതുകൊണ്ടാണ് സ്വന്തം ചൈൽഡിനെ പഠിപ്പിക്കാൻ പറ്റാത്തത്. എന്നിട്ടും ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അല്ലേ. അവർക്ക് അപ്പോഴും പ്രിഫറൻസ് വരുന്നത് യൂറോപ്യൻ ടൈപ്പ് പേഴ്സൺ ആണ്. വെദർ ഷീ ഈസ് ക്വാളിഫൈഡ് ഓർ നോട്ട്, ദാറ്റ്സ് നോട്ട് ഹെർ കൺസേൺ. അതൊന്നുമല്ല അവളുടെ കൺസേൺ. അത് യൂറോപ്യൻ ടൈപ്പ് പേഴ്സൺ ആണോ, എന്നാൽ മാത്രമേ എൻ്റെ മകൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. The narrator boldly responds to the insult and leaves without paying for her drink. The cashier shouts, "Go back to your jungle," showing open racism. അതുപോലെ നമ്മുടെ ആ ഒരു ബേക്കറിയുടെ കാര്യം തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ആ ഒരു റെസ്പോൺസ് നമുക്ക് അറിയാൻ പറ്റിയിരുന്നു അല്ലേ. അവരെന്ത് ചെയ്തു, ഡ്രിങ്ക് എങ്ങാണ്ട് ഓഫർ ചെയ്തപ്പോൾ കാഷ്യർ അവിടെ ഡ്രിങ്ക് ഓഫർ ചെയ്ത സമയത്ത് ഇവള് ഡ്രിങ്കിൻ്റെ പൈസയൊന്നും കൊടുക്കാതെ ഓടിപ്പോകുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ആ ഒരു ചാപ്റ്ററിൽ അല്ലേ. അതെന്താണ് കാണിക്കുന്നത്? അവളുടെ ഒരു ബോൾഡായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് അവിടെ കാണിക്കുന്നത്. ഞാൻ ഡ്രിങ്കിനൊന്നും പേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പോകുന്നു. അപ്പോൾ കാഷ്യർ അപ്പോഴത്തേക്കും ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ട്, ഗോ ബാക്ക് ടു യുവർ ജംഗിൾ, ഷോയിങ് ഓപ്പൺ റേസിസം. നീ നിൻ്റെ കാട്ടിലേക്ക് തിരിച്ചു പോ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഓപ്പൺ റേസിസം ആണ് അവിടെ അല്ലേ. ആ ഒരു കറക്റ്റ് ആ ഒരു വേർഡ്സിലൂടെ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിലൂടെ അയാൾ കാണിക്കുന്നത് ആ ഒരു റേസിസം ആണ്. അത്രയും ഒരു ഡിസ്പാരിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. Ironically, when the writer informs a white friend about the tutoring job, the friend gets selected immediately. അതുപോലെ ആ ട്യൂട്ടറിങ് ജോബിൻ്റെ കാര്യം പറയുന്നില്ലേ, അത് അവളൊരു വൈറ്റ് ഫ്രണ്ടിനെ ഇൻഫോം ചെയ്യുന്നുണ്ട് ഇങ്ങനൊരു ജോബുണ്ട്. പക്ഷെ ആ വൈറ്റ് ഫ്രണ്ട് ആക്ച്വലി പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ക്വാളിഫിക്കേഷൻ, ദർ ഇസ് നോ ഇനഫ് ക്വാളിഫിക്കേഷൻ ഫോർ ഹർ അല്ലേ. അവൾക്ക് ഇനഫ് ക്വാളിഫിക്കേഷൻ ഇല്ല, എന്നിട്ട് പോലും ആ ജോബ് കിട്ടി. എങ്ങനെ കിട്ടി? യെസ്, ബിക്കോസ് ഷീ ഈസ് വൈറ്റ്, ഷീ ഈസ് എ യൂറോപ്യൻ പേഴ്സൺ. That's why she got that job. The narrator is then offered only a cleaning job, revealing the depth of discrimination based on skin color. അപ്പോൾ ഇത്രയും പഠിച്ചിട്ടും ക്വാളിഫൈഡ് ആയിട്ടും ഒരു ക്ലീനിങ് ജോബിന് മാത്രമേ അപ്ലൈ ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിച്ച് പോയാലേ പറ്റൂ. അപ്പോൾ എന്ത് ജോലി ചെയ്യാനും അവൾ വില്ലിങ് ആണ്. അപ്പോൾ ആ ഒരു ജോബിലേക്ക് അവൾക്ക് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത്രയും ഉള്ള സിറ്റുവേഷനാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ തീമായിട്ട് എന്തൊക്കെ പറയാം മെയിൻ തീമായിട്ട്? റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, നാഷണൽ ഐഡൻറ്റിറ്റി, ഇൻജസ്റ്റിസ് ആൻഡ് ഡിഗ്നിറ്റി അല്ലേ. ഡിഗ്നിറ്റി, നമുക്കൊരു ഡിഗ്നിറ്റി വേണം, നമുക്കൊരു വാല്യൂ വേണം. നമ്മുടെ ഒരു സൊസൈറ്റിയിൽ എവ്രി വൺ ഷുഡ് റെസ്പെക്റ്റ് അസ് അല്ലേ. നമ്മളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു വാല്യൂ നമുക്ക് വേണം, അത് നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് കിട്ടാതെ പോകുന്നവരുടെ പെയിൻ അല്ലെങ്കിൽ സഫറിങ്, സ്ട്രഗിൾ, ദാറ്റ് ഓൾ തിങ്സ് റിവീൽഡ് ത്രൂ ദിസ് സ്റ്റോറി. തീം റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, നാഷണൽ ഐഡൻറ്റിറ്റി, ഇൻജസ്റ്റിസ്. ആ ഒരു ഇൻജസ്റ്റിസ്
അല്ലേ, അവർക്ക് കിട്ടേണ്ട റൈറ്റ്സ്, ഈക്വൽ റൈറ്റ്സ് ഡിനൈ ചെയ്യുകയാണ് അല്ലേ. അതിനെ പറ്റിയൊക്കെയാണ് മെയിൻ തീമായിട്ട് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. സിമ്പിൾ എന്താണ്? മിസ്റ്റർ ബോർഡേഴ്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സിമ്പിൾ അല്ലേ. ദാറ്റ് റെപ്രസെൻറ്റ് സ്ട്രിക്റ്റ് ഇമിഗ്രേഷൻ ലോസ് ആൻഡ് എക്സ്ക്ലൂഷൻ. ഇമിഗ്രേഷൻ ലോസിനെ പറ്റിയും ഒരു മാരേജ് അതിൻ്റെ അത് വന്നു കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞ് വേണം സിറ്റിസൺഷിപ്പ് കിട്ടുന്ന, അങ്ങനെയുള്ള ഇമിഗ്രേഷൻ ലോസിനെ പറ്റി, എക്സ്ക്ലൂഷൻ, അതൊക്കെയാണ് ഒരു മിസ്റ്റർ ബോർഡേഴ്സ്, ഒരു റഫ് റൂൾസിനെ പറ്റിയിട്ടൊക്കെയാണ് അത് റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുന്നത്. സറ്റയർ, ദി സിനിക്കൽ കാറ്റ് ഹാവിങ് പെപ്പേഴ്സ് വൈൽഡ് ആൻഡ് വെറൈറ്റർ ഡസ് നോട്ട്. ഒരു കാറ്റ് ആനിമലിന് കൊടുക്കുന്ന വില പോലും ഹ്യൂമൻ ബീയിങ്ങിന് കിട്ടുന്നില്ല. അപ്പോൾ അതൊരു സറ്റയറിക്കലായിട്ടാണ് ആ ഒരു കാറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുന്നത് അല്ലേ. ഒരു പരിഹാസ്യ രീതിയിൽ കാണിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റാണ് ആ സെനിഗലൈസ് കാറ്റിന് പോലും പേപ്പേഴ്സ് ഉണ്ട്, മനുഷ്യരില്ല എന്ന് പറയുന്നത്. മെസ്സേജ് വാസ് എ മെയിൻ മെസ്സേജ് ദാറ്റ് ദി ചാപ്റ്റർ പുട്ട് ഫോർവേഡ്. റേസിസം എക്സിസ്റ്റ് ബോത്ത് ഇൻ ലോസ് ആൻഡ് ഇൻ എവ്രിഡേ ആറ്റിറ്റ്യൂഡ്സ് അല്ലേ. റേസിസം അല്ലേ, ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റേസ് ഓർ കളർ ദാറ്റ് എക്സിസ്റ്റ് ബോത്ത് ഇൻ ലോസിൽ മാത്രമല്ല എവ്രിഡേ ആറ്റിറ്റ്യൂഡ് അല്ലേ. ആൾക്കാർ ഇടപെടുന്ന സമയത്ത് പോലും ആ ഒരു റേസിസം നമുക്ക് കാണാൻ പറ്റും. ലോസിൽ ഓൾറെഡി ഉണ്ട്, ലോസ് മാത്രമല്ല നമ്മൾ ആ ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും നമുക്കത് ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ടോൺ, എങ്ങനെയുള്ള ടോണാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? ബോൾഡ്, സർക്കാസ്റ്റിക് ആൻഡ് ക്രിട്ടിക്കൽ ഓഫ് പ്രെജുഡിസ് അല്ലേ. പല ഒരു പ്രീ കൺസീവ് നോഷനോ അല്ലെങ്കിൽ പലതിൻ്റെയും ബേസിസിൽ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത് ഇതേപോലെ കളർ, ജെൻഡർ, റേസ് അങ്ങനെയുള്ള ബേസിസിൽ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതാണ് ഈ പ്രിജുഡിസ് എന്ന് പറയുന്നത്. ഇന്ന ആൾ ഇത് എന്താണ് യൂറോപ്യൻ ആണ്, അപ്പോൾ ഇയാൾ ആപ്റ്റാണ്. അപ്പം ഈ ഒരു ട്യൂട്ടർഷിപ്പ് ആ ഒരു ജോബിൽ തന്നെ വൈറ്റ് ആയിട്ടുള്ള ആ ഒരു ലേഡിക്ക് ഫ്രണ്ടിന്, നമ്മുടെ നരേറ്ററിൻ്റെ ഫ്രണ്ടിന് അധികം എഡ്യൂക്കേഷനൊന്നും ഇല്ല, അപ്പോൾ നന്നായിട്ട് പഠിപ്പിക്കാനൊന്നും കഴിയില്ല. പക്ഷേ അവർ ഓൾറെഡി എന്താണ് ഒരു പ്രീ കൺസീവ് നോഷനാണ്, ആ ഒരു പ്രെജുഡിസാണ് നമ്മൾ കാണുന്നത് അല്ലേ. അവർ യൂറോപ്യൻ അല്ലേ, അപ്പോൾ എൻ്റെ മോൾ ഓക്കെ ആയിരിക്കും, അവൾ പഠിപ്പിച്ചാൽ മതി എന്നൊരു പ്രീ കൺസീവ് നോഷൻ വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതല്ല നമ്മുടെ നറേറ്ററിൻ്റെ കേസ്. നറേറ്റർ എന്ന് പറയുന്നത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, അവൾക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അവൾക്ക് പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ ആരും അവളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആവുന്നില്ല. സോ ദാറ്റ് ബോൾഡ്, സർക്കാസ്റ്റിക് ആൻഡ് ക്രിട്ടിക്കൽ ഓഫ് പ്രെജുഡിസ് ഇസ് സീൻ. അപ്പോൾ ഇതിലൂടെയൊക്കെ ഈ ഇൻസിഡൻറ്റിലൂടെയൊക്കെ നമുക്ക് എടുത്തു കാണിക്കുന്നത് ഇത് ക്രിട്ടിസൈസ് ചെയ്യുകയാണ്, ഈ ഒരു ആറ്റിറ്റ്യൂഡിനെല്ലാം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, ദെൻ നമുക്കൊരു ഇമെയിൽ റൈറ്റിംഗ് ഡിസ്കോഴ്സിൻ്റെ പാർട്ടായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. എന്തൊക്കെ ഡിസ്കോഴ്സസ് നമുക്ക് ചോദിക്കാം, റൈറ്റിംഗ് സെക്ഷൻ ഏതൊക്കെയാണ്? ഓക്കെ, ഇമെയിൽ റൈറ്റിംഗ് ചോദിക്കാം അല്ലേ. നറേറ്റേഴ്സ് ആപ്ലിക്കേഷൻ ഫോർ ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ് ഇസ് റിജക്റ്റഡ് ഡ്യൂ ടു ദി ന്യൂ നാഷണൽ പ്രിഫറൻസ് പോളിസി. ഡ്രാഫ്റ്റ് ആൻ ഇമെയിൽ ടു എ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ സീക്കിംഗ് സപ്പോർട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു മെയിൽ ചോദിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു മെയിലിൻ്റെ ഫോർമാറ്റ് ആദ്യം ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ ആ ഒരു കോണ്ടൻറ്റ് നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് സമ്മറിയൊക്കെ പറഞ്ഞതിൽ ഏറ്റവും മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഓക്കെ, ബോക്സ് ഒക്കെ വരച്ച് 2cc കാർബൺ കോപ്പി, അതുപോലെ ബ്ലൈൻഡ് കാർബൺ കോപ്പി 2cc BC ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. മെയിലൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ മെയിലൊന്ന് ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലേ. ദെൻ സബ്ജക്റ്റ് നമ്മൾ എന്താണോ ടോപ്പിക്ക് അത് എഴുതുക. റിക്വസ്റ്റ് ഫോർ സപ്പോർട്ട് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേറ്ററി സിറ്റിസൺഷിപ്പ് പോളിസി, എന്താണോ ടോപ്പിക് അത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ടാവും, അത് മെൻഷൻ ചെയ്യുക. ദെൻ സല്യൂട്ടേഷൻ ഇസ് മസ്റ്റ്. Then, I am writing to express my deep concern regarding the recent changes in the citizenship policy. അപ്പോൾ ഇത് ലെറ്ററോ ഒക്കെ ആയിട്ട് ചോദിക്കാം, ഫോർമൽ ലെറ്റർ ആയിട്ടും മെയിലായിട്ടും എന്ത് വേണേലും ഈ ഒരു രീതിയിൽ. കാരണം സിറ്റിസൺഷിപ്പ് ഒരു റിജക്ഷൻ വന്നപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ലെറ്ററോ മെയിലോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് മെയിൻ പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെച്ചാൽ ഈസിയാണ്. Despite being qualified and legally residing here, my application has been rejected due to the new regulation denying citizenship benefits. എന്താണ് കാര്യം എന്ന് പറയാം. This policy unfairly targets immigrants and leaves many of us without rights or security. ഞങ്ങൾക്ക് സെക്യൂരിറ്റിയോ റൈറ്റ്സോ ഒന്നും കിട്ടാതെ ഞങ്ങളിങ്ങനെ വളരെ ഒരു സ്ട്രഗിളിലേക്ക് പോവുകയാണ്. ഐ ഹാവ് ഓൾസോ ഫേസ് ഡിസ്ക്രിമിനേഷൻ ഇൻ എംപ്ലോയ്മെൻറ്റ് ബിക്കോസ് ഓഫ് മൈ നാഷണാലിറ്റി ആൻഡ് സ്കിൻ കളർ. ഓൾറെഡി ഞാൻ നാഷണാലിറ്റി സ്കിൻ കളറിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടേണ്ട റൈറ്റ്സ് പോലും കിട്ടുന്നില്ലെങ്കിൽ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ടു go forward. Okay, I request your organization to look into this matter and support individuals like me who seek equality and dignity. അപ്പോൾ ഞാൻ എന്തായാലും ലാസ്റ്റ് എപ്പോഴും ലെറ്ററിൻ്റെ ആയാലും അതുപോലെ തന്നെ മെയിലിൻ്റെ ആയാലും ലാസ്റ്റിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യാം, ഞാനിങ്ങനെ
എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇൻഡിവിജ്വൽസ് ലൈക്ക് മീ ഹു സീക്ക് ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി, ഞങ്ങൾക്ക് ആ ഒരു ഇക്വാലിറ്റി ഡിഗ്നിറ്റിയൊക്കെ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിൽ വേണം ലെറ്റർ ആയാലും മെയിൽ ആയാലും ഒരു ക്ലോസിങ് ലൈൻസ് വേണം. ഓക്കെ, ഒരു എക്സ്പെക്റ്റേഷനോട് കൂടെയാണ് നിങ്ങൾ എൻഡ് ചെയ്യേണ്ടത്. താങ്കിങ് യു, യുവർ സിൻസിയർലി നീ. ഓക്കെ, so that's the format as well as you have to write it all the important points in it. Okay, then diary entry നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ആ ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായ ശേഷം എത്രത്തോളം ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തു ആ ഒരു ഡേ അല്ലേ എന്നൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡയറി എൻട്രി ചോദിക്കാൻ നറേറ്ററിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആഫ്റ്റർ ബീങ് ഇൻസൾട്ടഡ് ബൈ ദി ബേക്കറി ഓണർ, ദി നറേറ്റർ റൈറ്റ്സ് her feelings in her diary, draft the diary entry. അപ്പോൾ ഡയറി എൻട്രി എന്ന് പറയുമ്പോൾ മസ്റ്റായിട്ട് ഓർക്കുക ഡേറ്റ് ആൻഡ് ഡേ മസ്റ്റ്. ഓക്കെ, and you have to put there in a box. Okay, today was painful, I went to the bakery hoping for a job. ഇന്ന് വളരെ പെയിൻഫുൾ അല്ലെങ്കിൽ ഇറ്റ്സ് an unforgettable day for me അല്ലേ, എനിക്ക് വളരെ മറക്കാനാകാത്ത ഒരു ദിവസമായിരുന്നു. I went to the bakery hoping for a job but it returned with humiliation. ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ്, ഒരുപാട് ഞാൻ വേദനയോട് കൂടിയാണ് ആ ഒരു ബേക്കറിയിൽ നിന്ന് ഇറങ്ങിയത് അല്ലേ. അത്രയും ഒരു ജോബ് എക്സ്പെക്റ്റ് ചെയ്ത് പോയിട്ട് എനിക്ക് ഹ്യൂമിലിയേഷൻ ആണ് കിട്ടിയത്, ഡിസ്റ്റർബൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്കാണ് പോയത്. ദി ഓണർ ലുക്ക്ഡ് അറ്റ് മീ ആസ് ഇഫ് ഐ ഡിഡ് നോട്ട് ബിലോങ് ഹിയർ. ഹിസ് വേർഡ്സ് ഗോ ബാക്ക് ടു യുവർ ഓൺ കൺട്രി സ്റ്റിൽ എക്കോ ഇൻ മൈ മൈൻഡ്. അപ്പോൾ ആ ഒരു വേർഡ്സ് അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് ആണ് ഇവളുടെ മൈൻഡിൽ എക്കോ ചെയ്ത് നിൽക്കുന്നത്. എന്താണ്? ഗോ ബാക്ക് ടു യുവർ ഓൺ കൺട്രി, ഗോ ബാക്ക് ടു യുവർ ജംഗിൾ എന്നൊക്കെ പറയുന്ന ആ വേർഡ്സ് ആണ് എപ്പോഴും മനസ്സിൽ നിൽക്കുന്നത് അല്ലേ. അത്രയും ഞാൻ ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട് ആ ഒരു നാട്ടിൽ നിൽക്കുമ്പോൾ അല്ലേ. ഒരു ഫോറിൻ കൺട്രിയാണ്, ഇവളൊരു ഫോറിനറാണ്, എന്നിട്ട് അവൾക്ക് അവിടെ എത്രമാത്രം സഫറിങ്സ് ആൻഡ് സ്ട്രഗിൾസ് ആണ് അവൾ ഫേസ് ചെയ്യുന്നത് എന്നാണ് ഇതിലൂടെ ആ ഒരു ഇൻസിഡൻറ്റിലൂടെ മനസ്സിലാവുന്നത്. ഐ ഫെൽറ്റ് ആംഗ്രി ആൻഡ് ഹെൽപ്ലെസ്. എനിക്ക് ദേഷ്യവും തോന്നി, അതുപോലെ ഞാൻ ഹെൽപ്ലെസ് ആണ്, ആരും അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ടില്ല. ഇസ് മൈ ക്വാളിഫിക്കേഷൻ വർത്ത്ലെസ് ബിക്കോസ് ഓഫ് മൈ സ്കിൻ കളർ. എൻ്റെ സ്കിൻ കളർ കൊണ്ട് എനിക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യാം, ഡിനേ ചെയ്യുകയാണോ എല്ലാവരും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റായിട്ടും ഡയറിയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഫീലിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ഡയറി എൻട്രിയിൽ വേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അല്ലേ. അപ്പോൾ നമ്മൾ അത്രയും ഇന്നർ സ്ട്രഗിൾ അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സും എല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു എന്നതാണല്ലോ ഡയറി. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, I may not have their acceptance, but I have my dignity. One day, I hope this world will judge people by their abilities, not their appearance. ഇതാണ് നമ്മുടെ മെസ്സേജ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്നത് അല്ലേ. ഒരിക്കലും ഒരാളെ അയാളുടെ കളറിനെയോ ജെൻഡർ, ക്ലാസ് അങ്ങനെയുള്ള ഒരു ബേസിസിലും നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഓൺലി ഓൺ ദെയർ ബേസിസ് ഓഫ് ദെയർ എബിലിറ്റി, ട്രൂ എബിലിറ്റീസ്, അവരുടെ എബിലിറ്റീസ്. ഇത്രയും ക്വാളിഫൈഡ് ഉള്ള ആൾക്ക് എന്തായാലും ആ ഒരു ട്യൂട്ടർ ജോബ് അപ്ലൈ ചെയ്തപ്പോൾ കൊടുക്കേണ്ടതായിരുന്നു അല്ലേ. അത്രയും ക്വാളിഫൈഡ് ആണ്, എബിലിറ്റീസും ഉണ്ട്, എന്നിട്ട് അതൊന്നും നോക്കാതെ ആ ഒരു വെദർ ഷീ ഈസ് എ യൂറോപ്യൻ പേഴ്സൺ ഓർ നോട്ട്, അല്ലെ വെദർ ഷീ ഈസ് ബ്ലാക്ക് ഓർ വൈറ്റ്, അതിൻ്റെ ബേസിസിൽ മാത്രമാണ് ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ജഡ്ജ് ചെയ്യരുത്. ദാറ്റ്സ് എ മെസ്സേജ് ഓഫ് ദിസ് ചാപ്റ്റർ ഓൾസോ. അപ്പോൾ ഇത് നിങ്ങൾ ആ തോട്ട്സും ഫീലിങ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറി എൻട്രി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ വി ഹാവ് എ ഫോർമൽ ലെറ്റർ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താണ് ഇൻഫോർമൽ ലെറ്റർ ഓൾറെഡി പഠിച്ചതായിരുന്നു അല്ലേ. അപ്പോൾ ഒരു ഫോർമൽ ലെറ്റർ, ലെറ്റർ ടു എഡിറ്റർ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനും ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ആണ് ആദ്യം നോക്കി വെക്കേണ്ടത്. ഡിസ്കോഴ്സ് റൈറ്റിങ്ങിൽ ഇങ്ങനെയുള്ള റൈറ്റിംഗ് സെക്ഷനിൽ നമ്മൾ ആദ്യം ഫോർമാറ്റ് നോക്കി വെക്കുക. പിന്നെ കോണ്ടന്റ് ഈസിയാണ്. റിലേറ്റഡ് ടു ദി ചാപ്റ്റർ, റിലേറ്റഡ് ടു ദി ക്വസ്റ്റ്യൻ യു ഹാവ് ടു ആൻസർ. ഓക്കെ, റൈറ്റ് എ ലെറ്റർ ടു ദി എഡിറ്റർ ഹൈലൈറ്റിംഗ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻ എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റിൽ നമ്മൾ ഇതേപോലെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ, ഹൗ ടു റൈറ്റ് എ ഫോർമൽ ലെറ്റർ. അപ്പോൾ ഇവിടെ ഫ്രം അഡ്രസ്സ് എന്തായാലും മസ്റ്റാണ്. ആ ഒരു ഫോർമാറ്റ് നോക്കി വെക്കുക. ഫ്രം അഡ്രസ്, ഡേറ്റ്, ടു അഡ്രസ്, സബ്ജക്റ്റ്, പിന്നെ സല്യൂട്ടേഷൻ, പിന്നെ ലാസ്റ്റ് എൻഡിൽ യൂസ് ഫെയ്ത്ത്ഫുള്ളി ആ ഒരു കൺക്ലൂഡിങ് നോട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫോർമൽ ലെറ്ററിൽ നമുക്ക് യൂസ് ചെയ്യാം. ഫ്രം അഡ്രസ്സിൽ എഴുതാം, പിന്നെ ഫ്രം അഡ്രസ്സ് എഴുതാം, ദെൻ ഡേറ്റ് മസ്റ്റ് ആണ്. ഓക്കെ, മറന്നു പോകരുത്. ടു അഡ്രസ്, ദെൻ സബ്ജക്റ്റ് മെൻഷൻ ചെയ്യുക. റേസിംഗ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻ എംപ്ലോയ്മെൻറ്റ്. ഇതൊക്കെ ഈസിയാണ്. ആ ഒരു ഫോർമാറ്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അത്രയും മാർക്ക് കിട്ടും. പിന്നെ ആ ഒരു ക്വസ്റ്റ്യന് ടു ദി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഓക്കെ, സോ മാഡം, സല്യൂട്ടേഷൻ. Through the columns of your esteemed daily, I would like to draw attention to the increasing racial discrimination faced by immigrants in our society. നമ്മുടെ സൊസൈറ്റിയിൽ ഇമിഗ്രൻസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് അതാണ് ഞാനിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽസ് ആർ ഡിനൈഡ് ജോബ്സ് ഡ്യൂ ടു ദെയർ നാഷണാലിറ്റി ഓർ സ്കിൻ കളർ. അപ്പോൾ എന്താണ് ഇത്? വളരെ ഈസിയാണ്. ഇത് എന്താണ് പ്രശ്നം നമുക്കറിയാം. എന്താണ്? ഡ്യൂ ടു ദി കളർ,
Due to the nationality, everyone, the qualified individuals were rejected for a good job. Such practices not only violate human rights but also weaken the values of equality and justice. അത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെയോ യെസ് ഇറ്റ് വീക്കൻസ് വാല്യൂസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്, അല്ലേ? ന്യായവും നീതിയും ഒന്നും നടപ്പാക്കപ്പെടുന്നില്ല, ഇക്വാലിറ്റി കിട്ടുന്നില്ല. യെസ്, ദി അതോറിറ്റീസ് മസ്റ്റ് ടേക്ക് സ്ട്രിക്റ്റ് ആക്ഷൻ. അപ്പോൾ ഒരു കൺക്ലൂഡിംഗ് ലൈനായിട്ട് എപ്പോഴും എഴുതേണ്ടത് നമ്മൾ എന്താണ് ആ ഒരു ഇനിഷ്യേഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവരിൽ നിന്നും അതോറിറ്റിയിൽ നിന്നും എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന രീതിയിൽ വേണം എൻഡ് ചെയ്യാൻ. അത് കൺക്ലൂഡിംഗ് ലൈൻസ് എപ്പോഴും അങ്ങനെ എഴുതുക. ഓക്കെ, അതോറിറ്റീസ് മസ്റ്റ് ടേക്ക് സ്ട്രിക്റ്റ് ആക്ഷൻ അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസ് ആൻഡ് എൻഷ്യൂർ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ. ഇത് നമുക്ക് എല്ലാം ഇപ്പോൾ ലെറ്ററിലായാലും ഇമെയിലായാലും ഒക്കെ നമുക്ക് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയ സെൻറ്റൻസ് ആണ്. എന്തായാലും ആ ഒരു അതോറിറ്റി അതിന് പറ്റിയ ഒരു സൊല്യൂഷൻ തരണമല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ഈ ഒരു ലൈൻ എഴുതാൻ പറ്റും. ഏത് ലെറ്റർ ആയാലും ഇമെയിൽ ആയാലും ഇതുപോലെ ഫോർമൽ ലെറ്ററിലൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, അതോറിറ്റീസ് മസ്റ്റ് ടേക്ക് സ്ട്രിക്റ്റ് ആക്ഷൻ അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസ് ആൻഡ് എൻഷ്യൂർ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി നീ. ഓക്കെ, അതാണ് ഒരു ഫോർമൽ ലെറ്റർ. ദെൻ കോൺവെർസേഷൻ അടുത്തൊരു ഡിസ്കോഴ്സ് ആണ്. എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദി നറേറ്റർ ആൻഡ് ഹർ ഫ്രഞ്ച് ഫ്രണ്ട് ആഫ്റ്റർ ദി ട്യൂട്ടറിംഗ് ജോബ് റിജക്ഷൻ. അപ്പോൾ ഫ്രണ്ടും നറേറ്ററുമായിട്ടുള്ള ആ ഒരു ട്യൂട്ടറിംഗ് ജോബ് റിജക്ഷന്, കാരണം ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം റിവീൽ ചെയ്യുന്നത്? നമ്മൾ ഡയറി എൻട്രി പറഞ്ഞു, അതേപോലെ നമുക്കൊരു കോൺവെർസേഷനും ചോദിക്കാം, അല്ലേ? ഫ്രണ്ട്, ഡിഡ് യു ഗെറ്റ് ദി ട്യൂട്ടറിംഗ് ജോബ്? നിനക്ക് കിട്ടിയോ? അപ്പോൾ നറേറ്റർ, നോ, ഷി വാണ്ടഡ് എ യൂറോപ്യൻ ടൈപ്പ് ട്യൂട്ടർ. അവർക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ അല്ല വേണ്ടത്, ഒരു യൂറോപ്യൻ ടൈപ്പ് പേഴ്സണെയാണ് വേണ്ടത്. ഫ്രണ്ട്, ദാറ്റ്സ് അൺഫെയർ, യു ആർ മോർ ക്വാളിഫൈഡ് ദാൻ മെനി അതേഴ്സ്. ഇത്ര ക്വാളിഫൈഡ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? അപ്പോൾ ഒരു എന്താണ്, ഒരു ഇൻഫോർമൽ ടൈപ്പ് കോൺവെർസേഷനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ബേസ്ഡ് ഓൺ ദിസ് ലെസൺ. Narrator, qualification doesn't matter when skin color decides everything. അല്ലേ, ഇവിടെ എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് സ്കിൻ കളറാണ്, നോ മാറ്റർ വെദർ ഷീ ഈസ് ക്വാളിഫൈഡ് ഓർ നോട്ട്, അല്ലേ? ദെൻ ഫ്രണ്ട്, ഐ കാൺട്ട് ബിലീവ് ദിസ് സ്റ്റിൽ ഹാപ്പൻസ്. ഇപ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നറേറ്റർ, ഇറ്റ് ഡസ് ആൻഡ് ഇറ്റ് ഹേർട്സ് എവറി ടൈം. ഇപ്പോഴും ഇത് നടക്കുന്നുണ്ട്, അതുപോലെ ഇത് എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവർ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവൾ ജീവിക്കുന്നത്. ഓൾറെഡി ലോസ് ഒന്നും അവളുടെ കൂടെ അല്ലെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിൻ്റെ കൂടെ ഡെയിലി ഇങ്ങനെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും അത് ദാറ്റ്സ് ഓൾസോ എ മാറ്റർ ദാറ്റ് ലെഡ് ടു ഹർ സ്ട്രഗിൾ മോർ പെയിൻഫുൾ. ഫ്രണ്ട്, ഐ എം സോറി യു ഹാഡ് ടു ഫേസ് ദിസ്. നറേറ്റർ, ഐ ജസ്റ്റ് ഹോപ്പ് വൺ ഡേ മെറിറ്റ് വിൽ മാറ്റർ മോർ ദാൻ റേസ്. ഓക്കെ, റേസിനെ കാളും അതിനെ ഓവർകം ചെയ്ത് മെറിറ്റ് അല്ലെങ്കിൽ ഒരാളുടെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ എബിലിറ്റീസ് അതിനെ ബേസ് ചെയ്തിട്ട് നാളെ ഒരാൾ ജഡ്ജ് ചെയ്യപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇനി നമുക്ക് സ്പീച്ച് റൈറ്റിംഗ് ആണ്, അല്ലേ? സ്പീച്ചും നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദി ടോപ്പിക് ഇക്വാലിറ്റി ബിയോണ്ട് ബോർഡേഴ്സ്. അതായത് ലോസും എന്താണ് ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ലോസ് അല്ലെങ്കിൽ ഒരുപാട് ജഡ്ജ്മെൻറ്റ് അതിനൊക്കെ അപ്പുറം എന്താണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്പീച്ച് എഴുതാൻ പറഞ്ഞാൽ, യെസ്, respected teachers and dear friends, today I stand before you to speak about equality beyond borders. In a world that speaks of freedom and human rights, discrimination still exists. അപ്പോൾ ഡിസ്ക്രിമിനേഷനെ പറ്റി, ഇതൊരു ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട്, റേസിനെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് വേണം മെയിൻ ആയിട്ടുള്ള കോണ്ടന്റ് എഴുതാനായിട്ട്, അല്ലേ? പീപ്പിൾ ആർ ജഡ്ജ് ബൈ ദെയർ നാഷണാലിറ്റി ആൻഡ് സ്കിൻ കളർ റാദർ ദാൻ ദെയർ എബിലിറ്റീസ്. എപ്പോഴും ആൾക്കാർ ജഡ്ജ് ചെയ്യുന്ന, ഒരാളെ ജഡ്ജ് ചെയ്യുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? യെസ്, റേസ്, അതുപോലെ തന്നെ അവരുടെ സ്കിൻ കളർ റാദർ ദാൻ ദെയർ റിയൽ എബിലിറ്റീസ്. അവർക്ക് എന്തെല്ലാം എബിലിറ്റീസ് ഉണ്ട് അത് ആരും ജഡ്ജ് ചെയ്യുന്നില്ല. I have experienced rejection not because I lacked qualification but because I did not fit a certain image. ഒരിക്കലും ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞല്ല ഞാൻ അവിടെയും റിജക്റ്റ് ആയി പോകുന്നത്. പിന്നെയോ എ സർട്ടൻ ഇമേജ്, ചില പ്രീ കൺസീവ്ഡ് നോഷൻ, യൂറോപ്യൻ അല്ലെങ്കിൽ വൈറ്റ് എന്നൊക്കെയുള്ള പ്രിഫറൻസ്, അതിനെ ബേസ് ചെയ്ത് നാഷണാലിറ്റി, ആ ഒരു പ്രിഫറൻസ്, റേസ് അതിൻ്റെ പ്രിഫറൻസ് എനിക്ക് കിട്ടുന്നില്ല. അതൊരിക്കലും ഒരു ക്വാളിഫിക്കേഷൻ ഒട്ടുമില്ലാത്ത ഒരാൾക്ക് ആ ഒരു പ്രിഫറൻസ് കിട്ടുന്നു, അല്ലേ? ഒരിക്കലും ക്വാളിഫിക്കേഷനെ എബിലിറ്റിയും ബേസ് ചെയ്തിട്ടല്ല ഒരാൾക്ക് അവിടെ ജോലി കിട്ടുന്നത്, അല്ലേ? ട്രൂ ഇക്വാലിറ്റി മീൻസ് ഗിവിങ് എവ്രി വൺ ആൻ ഈക്വൽ ചാൻസ് ടു സക്സീഡ്. ഓക്കെ, ഇക്വാലിറ്റി, ശരിക്കുമുള്ള ഇക്വാലിറ്റി എന്താണെന്ന് മെൻഷൻ ചെയ്യുക ഇങ്ങനൊരു സ്പീച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലേ? ട്രൂ ഇക്വാലിറ്റി മീൻസ് ഗിവിങ് എവ്രി വൺ ആൻ ഈക്വൽ ചാൻസ് ടു സക്സീഡ്. ക്വാളിഫിക്കേഷൻ്റെ ബേസിൽ മാത്രം ഒരാൾക്ക് കിട്ടേണ്ട ജോബ് കൊടുക്കുക, അല്ലേ? അല്ലാതെ വേറെ റേസ്, ക്ലാസ്, ജെൻഡർ ഇതിൻ്റെ ഒന്നും ബേസിസിൽ ഒരു ബയാസിൻ്റെയും പ്രെജുഡിസിൻ്റെയും ആവശ്യമില്ല. ദർ ഇസ് നോ നീഡ് of such bias and prejudice against class, race, gender, anything. Okay, that doesn't matter for getting a good job.
Let us build a society where dignity and respect are not limited by borders. അപ്പം ഒരിക്കലും ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ സൊസൈറ്റി ഡിഗ്നിറ്റി റെസ്പെക്റ്റ് അങ്ങനെയുള്ള ലെറ്റസ് ബിൽഡ് എ സൊസൈറ്റി വേർ ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്റ്റ് ആർ നോട്ട് ലിമിറ്റഡ് ബൈ ബോർഡേഴ്സ്. ബോർഡേഴ്സ് മീൻസ് എന്താണ്? ഒരു സ്ട്രിക്റ്റ് ലോസ് ആൻഡ് റൂൾസ് അല്ലേ, അതിനെ ബേസ് ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ ആ ഒരു ഡിഗ്നിറ്റി റെസ്പെക്റ്റ് ഒതുങ്ങിപ്പോകരുത്. നമുക്ക് കിട്ടാനുള്ള ഡിഗ്നിറ്റി, നമുക്ക് കിട്ടാനുള്ള റെസ്പെക്റ്റ് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ചാപ്റ്ററിനെ റിലേറ്റ് ചെയ്ത് അതിൻ്റെ തീമിനെ റിലേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സ്പീച്ച്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, സ്പീച്ചോ ലെറ്ററോ ഡയറി എൻട്രി എന്ത് ചോദിച്ചാലും നിങ്ങളെ മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് മനസ്സിലുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു റൈറ്റ്. ഓക്കെ, ദെൻ ക്യാരക്ടർ സ്കെച്ച് മസ്റ്റ് ആയിട്ടും ചോദിക്കാം അല്ലേ, നറേറ്ററിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. The narrator is courageous, self-respecting and determined. അപ്പോൾ ഓൾറെഡി ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മിസ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? യെസ്, ക്യാരക്ടറിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ അങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് എടുത്ത് എഴുതണം. അതുപോലെ അവരുടെ ഒരു ക്യാരക്ടർ അല്ലേ, കറേജിയസ്, സെൽഫ് റെസ്പെക്റ്റിംഗ്, ഡിറ്റർമൈൻഡ്, ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഏത് ക്യാരക്ടറിനെ പറ്റിയിട്ട് ചോദിച്ചാലും ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞാൽ കറേജിയസ്, സെൽഫ് റെസ്പെക്റ്റിംഗ്, ഡിറ്റർമൈൻഡ്, ഇതുപോലെ ആ ക്യാരക്ടറിന് വളരെ സ്യൂട്ടാവുന്ന കുറച്ച് വേർഡ്സ് ടെക്സ്റ്റിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. ആ വേർഡ്സുകൾ നിങ്ങൾ മൈൻഡിൽ ഉണ്ടാവുക. ഓക്കെ, though she faces repeated discrimination, she does not lose her dignity. ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്, പലയിടത്തും ജോബിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആളാണ്. ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കാതെ ബേക്കറി സെയിൽസ് ഗേൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ക്വാളിഫിക്കേഷൻ ഒന്നും അത്രയും ഹൈലി ക്വാളിഫൈഡ് ആവണമെന്നൊന്നും ഇല്ല, എന്നിട്ട് പോലും അതിനെല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. അവളെന്താ ഡസ് നോട്ട് ലൂസ് ഹർ ഡിഗ്നിറ്റി, അവിടെ ഒന്നും അവൾ ഒരു ഡിഗ്നിറ്റി ലൂസ് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ അവളുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് അല്ലേ, ഒരു എന്താണ് ഡ്രിങ്ക് ഓഫർ ചെയ്ത സമയത്ത് പേ ചെയ്യാതെ ഇറങ്ങി വന്നതും അതൊക്കെ എന്താണ് അവളുടെ ഒരു ബോൾഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് അവിടെ കാണിക്കുന്നത്. ഷീ ഈസ് വെൽ ക്വാളിഫൈഡ് ആൻഡ് കോൺഫിഡൻറ്റ് ഇൻ ഹർ എബിലിറ്റീസ്. അവളുടെ എബിലിറ്റീസിൽ അവൾ വളരെ എന്താണ് കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, എന്നിട്ടും പലയിടത്തും അവൾ എന്ത് ചെയ്യുന്നു, അവഗണിക്കപ്പെടുന്നു അല്ലേ. യെസ്, ഹർ bold replies to racist remarks show her strength and self-worth. Despite humiliation, yes, she continues to fight for equality. ആ ഒരു ഹ്യൂമിലിയേഷൻ നമുക്ക് നന്നായിട്ട് ഹ്യൂമിലിയേറ്റഡ് ആവുന്നുണ്ട്. എല്ലാവരും അവളെ നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്, ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം അവൾ ഓവർകം ചെയ്യാനായിട്ട് അവൾ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഷീ റെപ്രസെൻറ്റ് റെസിലിയൻസ് ആൻഡ് ദി സ്ട്രഗിൾ ഫോർ ഐഡൻറ്റിറ്റി. അപ്പോൾ ഈ വേർഡ്സൊക്കെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം. റെപ്രസെൻറ്റ് റെസിലിയൻസ്, കണ്ടിന്യൂസ് സ്ട്രഗിൾ, എന്നിട്ടും അവൾ അതിനെ ഓവർകം ചെയ്യാൻ ആ ഒരു കറക്റ്റ് ആ ഒരു സ്ഥിരോത്സാഹം അല്ലെങ്കിൽ ആ ഒരു റെസിലിയൻസ്, ആ ഒരു പേഷ്യൻസ് അവളിൽ നിന്ന് നിൽക്കുന്നുണ്ട് അല്ലേ. സ്ട്രഗിൾ ഫോർ ഐഡൻറ്റിറ്റി, ഇതിന് വേണ്ടിയിട്ടാണ്, അവളുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട്. ഞാനൊരു സൗത്ത് ആഫ്രിക്കൻ ആണ്, എന്നാലും എനിക്കെന്താ എൻ്റേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡുണ്ട്, എൻ്റേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന അവളുടെ ഐഡൻറ്റിറ്റിയിൽ അവൾ എപ്പോഴും പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈവൻ ദോ ഷീ ഫേസസ് സോ മെനി ഇൻജസ്റ്റിസ് ഇൻ ഫ്രാൻസിൽ ഒരുപാട് ഇൻജസ്റ്റിസ്, ഇനിക്വാലിറ്റീസ് ഒക്കെ അവൾ ഫേസ് ചെയ്യുന്ന ടൈമിലും അവൾ മാക്സിമം അവളുടെ ആ ഒരു ഐഡൻറ്റിറ്റി അവൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി നമ്മൾ കുറച്ച് MCQ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എ ക്വിക്ക് റിവിഷൻ ഫോർ ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിങ്ങൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ടോ, ഓർമ്മയുണ്ടോ? ഒന്ന് ജസ്റ്റ് ട്രൈ ടു റീകോൾ എവറി പോയിന്റ്സ് ഈവൻ സിൻസ് ദി ചാപ്റ്റർ. ഓക്കെ, ദാറ്റ്സ് വൈ ഐ ഇൻക്ലൂഡ് സം MCQ സെക്ഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്മാർട്ടായിട്ട് MCQ ആൻസർ ചെയ്യുക. ഓക്കെ, ദി ന്യൂ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എ ഫോറിനർ മാരീഡ് ടു എ French citizen must wait for at least എത്ര years ആയിരുന്നു? How many years to claim citizenship benefits? How many years? 2 years. Easy അല്ലേ? Yes. Mr. Borders symbolically represent what? What does Mr. Borders symbolize? A government officer, a bakery owner, national boundaries and strict immigration laws, a school principal. It's very easy. National boundaries and strict immigration laws. That's it. Significance of the word Mr. Borders. The narrator says her Senegalese cat has papers to highlight. What does it highlight? The narrator says her Senegalese cat has papers to highlight what? Her love for animals? No. The efficiency of the system, or the satire and absurdity of discrimination, or her financial condition. Yes, the Senegalese cat represent, it highlights for what? The satire, അല്ലേ? The satire and absurdity of discrimination. എന്ത് അസംബന്ധമായിട്ടുള്ള കാര്യമാണ്, എന്ത് ഫൂളിഷ് ആയിട്ടുള്ള കാര്യമാണ് ഡിസ്ക്രിമിനേഷൻ. അബ്സേർഡിറ്റി, ദി ഫൂളിഷ് നേച്ചർ ഓഫ് ദി സിസ്റ്റം, ദി ലോസ്, ദി ഡിസ്ക്രിമിനേഷൻ ലോസ്, ദി സറ്റയർ, അല്ലേ? ആ ഒരു
അതിനെ സറ്റയർ ചെയ്ത് കളിയാക്കിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് സെനിഗ്ലസ് കാറ്റിൻ്റെ ഇവൻറ്റിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദി സറ്റയർ ആൻഡ് അബ്സർഡിറ്റി ഓഫ് ഡിസ്ക്രിമിനേഷൻ. ദെൻ ദി ബേക്കറി അഡ്വർടൈസ്മെൻറ്റ് റിക്വയർഡ് നോളജ് ഓഫ് വാട്ട്? ഇംഗ്ലീഷ്, ജർമ്മൻ, അൽസേഷ്യൻ ഡയലക്റ്റ്, സ്പാനിഷ്. യെസ്, ആ ഒരു അൽസേഷ്യൻ ഡയലക്റ്റ്, അതായത് പ്രാദേശികമായിട്ടുള്ള ആ ഒരു ഭാഷ അല്ലേ, ആ ഒരു ലാംഗ്വേജ് അത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുകയാണ് അല്ലേ. സ്ട്രിക്ട്ലി അത് തന്നെ എനിക്ക് വേണം, അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാർ മാത്രമേ ആ ഒരു ജോബിന് എന്താണ് ഫിറ്റായിട്ടുള്ളൂ എന്നാണ് ആ ബേക്കറി ഓണർ പറയുന്നത് അല്ലേ. സോ അൽസേഷ്യൻ dialect. It is not English, it's not German, or it's not French. It's Alsatian dialect, that special dialect she want to know. Then only she got that job there. The bakery owner rejected the narrator mainly because what? Yes, she could not speak Alsatian and faced racial bias. Then the most humiliating remark made by the bakery owner was what a most humiliating remark made by the bakery owner? Why don't you go and work in your own country? That's it. That humiliate her. The second job the narrator applied for, there no teacher. Yes, teacher in a school. Then school alla alle, teacher in a school alla enda tutor for French lesson, tutorship aa job aayirunnu for French lessons. Then the cashier refused to appoint the narrator because she wanted, endondana avoid ചെയ്തത്? Because he wanted a European type person. The cashier insulted the narrator by saying, എങ്ങനെയാണോ ഇൻസൾട്ട് ചെയ്തത്? യെസ്, ഗോ ബാക്ക് ടു യുവർ ജംഗിൾ, നിന്റെ കാട്ടിലേക്ക് തിരിച്ചു പോകും, ഗോ ബാക്ക് ടു യുവർ ജംഗിൾ, അതാണ് ഇൻസൾട്ട് ചെയ്ത വേർഡ്. ഇൻ ദി എൻഡ് ട്യൂട്ടറിംഗ് ജോബ് വാസ് ഗിവൻ. അവസാനം ആ ഒരു ട്യൂട്ടറിംഗ് ജോബ് ആർക്കാണ് കിട്ടിയത്? വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്കെങ്കിലും ആണോ? അല്ല, ദി നറേറ്റേഴ്സ് വൈറ്റ് ഫ്രണ്ടിനാണ് കിട്ടിയത്. ദി മെയിൻ തീം ഓഫ് ദി ലെസൺ വാസ് എ മെയിൻ തീം. യെസ്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഐഡൻറ്റിറ്റി, ദാറ്റ്സ് എ മെയിൻ തീം. Then the tone of the narrator throughout the lesson, narrator's ഒരു ടോൺ എങ്ങനെയായിരുന്നു? ഹ്യൂമറസ് ആൻഡ് ലൈറ്റ്, ഫിയർഫുൾ ആൻഡ് സൈലന്റ്, ബോൾഡ്, സർക്കാസ്റ്റിക് ആൻഡ് ക്രിട്ടിക്കൽ. എങ്ങനെയായിരുന്നു? ബോൾഡ്, സർക്കാസ്റ്റിക് ആൻഡ് ക്രിട്ടിക്കൽ. അതുകൊണ്ടാണ് ആ ഒരു സറ്റയർ, ആ ഒരു സെനിഗ്ലസ് കാറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നത് അല്ലേ. ഇനി നമുക്കൊരു ചാപ്റ്ററോടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു പോമാണ് മിറർ അല്ലേ. മിറർ, സിൽവിയ പ്ലാത്തിൻ്റെ ഒരു കൺഫെഷണൽ പോയിറ്റ് ആണ് സിൽവിയ പ്ലാത്ത്. എന്താണ് കൺഫെഷണൽ പോയിറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഇന്നർ ഫീലിംഗ്, വൺ ഹു ക്യാൻ ഏബിൾ ടു റിവീൽ ദി ഇന്നർ ഫീലിംഗ്സ്, തോട്ട്സ്, എവറിത്തിങ് ടു ദി റീഡേഴ്സ്. അങ്ങനെ ഒരു പോയിറ്റാണ് സിൽവിയ പ്ലാത്ത്. സിൽവിയ പ്ലാത്തിൻ്റെ മിറർ എന്ന് പറയുന്ന പോമാണ് നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, മെയിനായിട്ടും എന്താണ്, വാട്ട്സ് ദ തീം and what is about the poem? Mirror is a reflective poem in which the mirror speaks as a narrator. ഇവിടെ മിറർ ആണ് നെറേറ്റർ ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പീക്കർ എന്ന് പറയുന്നത് മിററാണ്. അപ്പോൾ ഹൂ ഈസ് ദി സ്പീക്കർ? അത് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ആ ഒരു ലൈൻസ് ഒക്കെ എടുത്ത് തന്നിട്ട് സ്റ്റാൻസ വൈസ് 2 സ്റ്റാൻസേ ആകെ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റാൻസ് ചോദിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഹൂ ഈസ് ദി സ്പീക്കർ എന്നൊക്കെ ചോദിച്ചാൽ വളരെ ഈസിയാണ്. ഈസി ആയിട്ട് ഒരു 1 മാർക്ക് നമുക്ക് അച്ചീവ് ചെയ്യാം അല്ലേ. മിറർ, യെസ്. Then it describes how it truthfully reflects reality and how a woman reacts to her changing appearance over time. നമ്മൾ ഓരോ ടൈം, അതായത് നമ്മൾ ടൈം ഏജ് ആവും അല്ലേ, ടൈം കടന്നു പോകും തോറും നമ്മൾ ഏജ് ആവും, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതല്ലാതെ നമ്മളെ ഒരു ഫോൾസ് ജഡ്ജ്മെൻറ്റിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് എന്താണ് ഇമാജിനറി ആയിട്ടുള്ള ഒരു വേൾഡിലേക്ക് നമ്മൾ പോകാതെ നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു മിറർ നമുക്ക് റിയാലിറ്റി കാണിച്ചു തരുന്നത് എന്നൊക്കെയാണ് ഈ ഒരു പോം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, what is the structure of the poem? The poem has 2 stanzas. ആകെ 2 stanzasേ ഉള്ളൂ. ഈ സ്റ്റാൻസ ഹാസ് 9 ലൈൻസ്, അങ്ങനെ ടോട്ടൽ 18 ലൈൻസ്. അപ്പോൾ ഈ സ്ട്രക്ചറൊക്കെ എന്തിനാണ് നമ്മൾ മെയിനായിട്ട് അറിയുന്നത്? അപ്രീസിയേഷൻ ചോദിച്ചാൽ, പോയം അപ്രീസിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സ്ട്രക്ചർ മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ഇപ്പോൾ ഫ്രീ വേഴ്സ് എന്താണെന്ന് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇതൊരു ഫ്രീ വേഴ്സ് ആണ്. മിറർ എന്ന് പറയുന്ന ഒരു പോം ഫ്രീ വേഴ്സ് ആണ്. നോ ഫിക്സ്ഡ് റൈം സ്കീം ഓർ മീറ്റർ. നമ്മൾ സാധാരണ അറിയാം, ഒരു പോം വായിക്കുമ്പോൾ എൻഡിങ്ങിൽ റൈമിംഗ് വേർഡ്സ് കാണും, റൈം സ്കീം കാണും, എ ബി ബി എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഈ ഒരു പോമിൽ അങ്ങനെ ഒരു റൈമിംഗ് സ്കീമോ റൈംസോ ഒന്നുമില്ല. So it is called a free verse. That is include the structure of the poem, 2 stanzas, total 18 lines, and it's a free verse. The poem uses personification as a mirror speaks like a human being. And what is a personification? That is a literary device aanu, poetic device aanu. And what's the significance of personification? The non-living things that act like human being. Alle? യെസ്, ലീവ്സ് ആർ ഡാൻസിങ്. ഡാൻസിങ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ശരിക്കും ഹ്യൂമൻ ബീങ് കാണിക്കുന്നതാണ്. ലീവ്സ് ആർ ഡാൻസിങ് എന്ന് പറയുന്നത് നോൺ ലിവിങ് ആയിട്ടുള്ള ലീവ്സ് ഒരിക്കലും ഹ്യൂമൻ ബീങ്ങിൻ്റെ ക്വാളിറ്റി കാണിക്കില്ല. പക്ഷേ നമ്മൾ പോയറ്റിക് ലാംഗ്വേജിൽ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ മിറർ എന്ന് പറയുന്നത് സിമിലർലി, മിറർ എന്ന് പറയുന്നത് നോൺ ലിവിങ് ആണ്, പക്ഷേ എന്തിൻ്റെ ക്വാളിറ്റി കാണിക്കുന്നു? ഇറ്റ്സ്
shows the quality of human being and it acts as a human being. So here the poet uses the personification. Okay, സോ നമ്മൾ സമ്മറിയിലേക്ക് വേഗം പോകാം അല്ലേ. സമ്മറി, ആ ഒരു പോമിൻ്റെ സമ്മറി ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പം നമുക്ക് ഒരു ഐഡിയ കിട്ടും ഏകദേശം എന്താണ് ഈ പോം പറയുന്നത് അല്ലേ. ദി ഫസ്റ്റ് സ്റ്റാൻസ, ദി മിറർ ഡിസ്ക്രൈബ്സ് ഇറ്റ് സെൽഫ് ആസ് സിൽവർ ആൻഡ് എക്സാക്ട്. മിറർ പറയാണ് ഞാൻ സിൽവർ ആണ്, എക്സാക്റ്റ് ആണ്, അതായത് ഞാൻ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അല്ലേ. ഇറ്റ് സേസ് ഇറ്റ് ഹാസ് നോ പ്രീ കൺസെപ്ഷൻസ് ആൻഡ് റിഫ്ലെക്ട്സ് വാട്ട് എവർ ഇറ്റ് സീസ് ട്രൂത്ത്ഫുള്ളി വിതൗട്ട് ലവ് ഓർ ഡിസ്ലൈക്ക്. എനിക്ക് ആരോടും ഇഷ്ടവും ഇല്ല, ഇഷ്ടക്കേടും ഇല്ല അല്ലേ. ഞാൻ എന്താണോ കാണുന്നത് അതേപോലെ ഞാൻ റിഫ്ലക്റ്റ് ചെയ്യും. മിറർ അങ്ങനെയല്ലേ, എന്താണോ കാണുന്നത് അതേപോലെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കും അല്ലേ. പ്രീ കൺസെപ്ഷൻസ് ഒന്നുമില്ല, ഇന്ന ആൾ ഇങ്ങനെ ആയിരിക്കും എന്ന് വെച്ച് അയാളെ നല്ല രീതിയിൽ കാണിക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. യെസ്, ഇറ്റ് കോൾസ് ഇറ്റ് സെൽഫ് ദി ഐ ഓഫ് എ ലിറ്റിൽ ഗോഡ്. അതുകൊണ്ട് മിററിനെ എന്താണ് വിശേഷിപ്പിക്കുന്നത്, എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഡിസ്ക്രൈബ്ഡ് ആസ് ദി ഐ ഓഫ് എ ലിറ്റിൽ ഗോഡ്. ഗോഡായിട്ടാണ് അല്ലേ, ഒരു ഐ ഓഫ് ലിറ്റിൽ ഗോഡ്, ഗോഡിൻ്റെ ഒരു ഐ ആയിട്ടാണ്. അതായത് ഒരേ കാര്യം, ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ ആരെ അതേപോലെ കാണിക്കുന്ന, എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നു. സജസ്റ്റിംഗ് ഇറ്റ്സ് പവർ ആൻഡ് ഒണസ്റ്റി, സത്യസന്ധത, അതിൻ്റെ പവർ, അതാണ് മിററിൻ്റെ പവറും ഒണസ്റ്റിയാണ് അവിടെ കാണിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി ടൈം ഇറ്റ് റിഫ്ലെക്ട്സ് എ പിങ്ക് വാൾ ഓപ്പോസിറ്റ് ഇറ്റ് ബട്ട് ഫേസസ് ആൻഡ് ഡാർക്ക്നെസ് ഇൻറപ്റ്റ് ദിസ് വ്യൂ. മോസ്റ്റ് ഓഫ് ദി ടൈം ഇറ്റ് റിഫ്ലെക്ട്സ് എ പിങ്ക് വാൾ. എപ്പോഴും മുന്നിൽ ആളുണ്ടാവണം എന്നില്ല, അപ്പോൾ ഒരു വോളിനെ ആയിരിക്കും എപ്പോഴും അത് റിഫ്ലക്റ്റ് ചെയ്ത് അല്ലേ. മിററിൻ്റെ മുന്നിലെ വോളാണ്, അപ്പോൾ അതിനെ എപ്പോഴും മോസ്റ്റ് ഓഫ് ദി ടൈം ഇറ്റ് റിഫ്ലെക്ട്സ്. ബട്ട് ഫേസസ് ആൻഡ് ഡാർക്ക്നെസ് ഇൻറപ്റ്റ് ദിസ് വ്യൂ. പക്ഷേ ആ വ്യൂവിനെ ഇൻറപ്റ്റ് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫേസുകൾ മിററിൻ്റെ മുന്നിൽ വരാറുണ്ട്. ഇൻ ദി സെക്കൻഡ് സ്റ്റാൻസ്, അപ്പോൾ അതിൻ്റെ മിററിൻ്റെ ശരിക്കുമുള്ള ഒരു ട്രൂ റിയാലിറ്റി എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നതെന്നാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇൻ ദി സെക്കൻഡ് സ്റ്റാൻസ് മിറർ കമ്പയർസ് ഇറ്റ് സെൽഫ് ടു എ ലേക്ക്. ആ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ലൈക്കും ആസും ഒന്നും യൂസ് ചെയ്യാതെ ഒരു കമ്പാരിസൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്പാരിസനെ നമ്മൾ മെറ്റഫർ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ മിറർ പിന്നീട് ഒരു ലേക്കായിട്ട് മാറുകയാണ്. സോ ദി പൊയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഇൻ ദാറ്റ് സെക്കൻഡ് സ്റ്റാൻസ ഇസ് മെറ്റഫർ. ഓക്കെ, എ വുമൺ ബെൻസ് ഓവർ ഇറ്റ് സെർച്ചിങ് ഫോർ ഹർ ട്രൂ സെൽഫ്. അതൊരു ഡീപ്പ് അനാലിസിസിലേക്കാണ്. ആരാണ് ഞാൻ, ഒരു ട്രൂ ഐഡൻറ്റിറ്റിയുടെ റിയലൈസേഷനാണ് സെക്കൻഡ് സ്റ്റാൻസ എന്ന് പറയുന്നത്. എ വുമൻ ബെൻസ് ഓവർ ഇറ്റ് സെർച്ചിങ് ഫോർ ഹർ ട്രൂ സെൽഫ്. ആ ലേക്കിലേക്ക് എന്താണ് ബെൻഡ് ചെയ്ത് നോക്കുകയാണ്, ഞാൻ ആരാണ് എന്നറിയാനായിട്ടല്ലേ. ഹൂ ആം ഐ. She prefers candles or moonlight because they give a softer and more flattering image. അതായത് മൂൺലൈറ്റ് അതുപോലെ കാൻഡിൽ ലൈറ്റ് ഇതൊക്കെ നമ്മളെ കുറച്ചുകൂടെ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു റിയൽ ഫേസിനെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കുന്ന കാര്യങ്ങളാണ്. അതായത് അതൊക്കെ ഫോഴ്സ് ആയിട്ടുള്ള ഇമേജറീസ് ആണ്, ഇതൊക്കെ നമ്മളെ പറ്റിക്കാനായിട്ടാണ്. ശരിക്കും ഞാൻ ഇങ്ങനെയല്ല. ലേക്കിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ലേക്കിലേക്ക് നോക്കിയപ്പോഴാണ് ശരിക്കും ആ ഒരു ഡീപ്പ് ഇന്നർ സെൽഫ് മനസ്സിലായത്, ഞാൻ ഇങ്ങനെയാണോ എന്ന് റെക്കഗ്നൈസ് ചെയ്തത്. അതിന് മുന്നേ ആ ഒരു മൂൺലൈറ്റിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ കാൻഡിൽ ലൈറ്റിൻ്റെ പ്രസൻസിലൊക്കെ അവൾ കുറേയും കൂടെ യങ് ആയിരുന്നു, കുറേയും കൂടെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഫോഴ്സ് ആയിട്ടുള്ള ഐഡിയാസ് ആയിരുന്നു, ഫ്ലാറ്ററിങ് ഇമേജ് ആയിരുന്നു, എന്നെ പറ്റിക്കാനുള്ള കാര്യങ്ങളായിരുന്നു ഇവരൊക്കെ എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു സെക്കൻഡ് സ്റ്റാൻസ. ഹൗവർ ദി മിറർ റിഫ്ലെക്ട്സ് ഹർ ട്രൂത്ത്ഫുള്ളി. പക്ഷേ മിറർ അല്ലെങ്കിൽ ആ ലേക്ക് അവളെ കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ദി വുമൺ ഫീൽസ് ഡിസ്റ്റർബ്ഡ് വെൻ ഷീ സീസ് സൈൻസ് ഓഫ് ഏജിങ്. അപ്പോൾ ആ ഒരു ലേക്കിലേക്ക് നോക്കുമ്പോൾ അവൾ ആ ഒരു ഏജിങ്ങിൻ്റെ സിംറ്റംസ് കാണുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. ദി മിറർ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ ഇറ്റ് എ യങ് ഗേൾ ഹാസ് ഡ്രൗൺഡ്. മിറർ അല്ല, നമ്മുടെ ലേക്കാണ് ഇവിടെ അല്ലേ. യെസ്, ലേക്ക് എന്താ പറയുന്നത്? യെസ്, ലേക്ക് സ്റ്റേറ്റ്സ് that in it a young girl has drowned, an old woman rises day after day like a terrible fish. അല്ലേ, ആ ഒരു ടെറിബിൾ ഫിഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവിടെ എന്താണ്? ലൈക്ക് എ ടെറിബിൾ ഫിഷ്. അപ്പോൾ ലൈക്ക് യൂസ് ചെയ്തിട്ടുള്ള കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? സിമിലിയാണ്. അപ്പോൾ സിമിലി മെറ്റഫർ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് സെക്കൻഡ് സ്റ്റാൻസ എന്ന് പറയുന്നത്. ടെറിബിൾ ഫിഷ് എന്ന് പറയുന്നത് എന്തിനെ ഡിനോട്ട് ചെയ്യുകയാണ്? ആ ഒരു ഏജിങ്ങിൻ്റെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണല്ലേ. യെസ്, ആ ഒരു ഹാർഷ് റിയാലിറ്റിയാണ് അവൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ദിസ് ഷോസ് ദി പെയിൻഫുൾ റിയാലിറ്റി ഓഫ് ഗ്രോയിങ് ഓൾഡ്. നമ്മൾ ഏജ് ആവുകയാണ്, ഓൾഡ് ആവുകയാണ് എന്നൊരു പെയിൻഫുൾ റിയാലിറ്റി മനസ്സിലാക്കി തരുന്നതാണ് ആ ഒരു സെക്കൻഡ് സ്റ്റാൻസ്. ഓക്കെ, അപ്പോൾ തീംസ് ട്രൂത്ത് ആൻഡ് റിയാലിറ്റി. മിറർ ഓൾവേസ് ടെൽസ് ദി ട്രൂത്ത്, ദെൻ ഏജിങ് ആൻഡ് ടൈം, അതൊക്കെയാണ് മെയിനായിട്ട് തീംസ് ആയിട്ടൊക്കെ വരുന്നത്. ഓക്കെ, ദി വുമൺ ഫിയേഴ്സ് ഗ്രോയിങ് ഓൾഡ്, സെൽഫ് ഐഡൻറ്റിറ്റി. ദി വുമൺ സെർച്ചസ് ഫോർ ഹർ ട്രൂ സെൽഫ്, ഇലൂഷൻ ആൻഡ് റിയാലിറ്റി. എന്താണ് അവിടുത്തെ ഇലൂഷൻ? എടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ പോം റിലേറ്റ് ചെയ്തിട്ട്. ഇലൂഷൻ എന്താണ്? കാൻഡിൽസ് ആൻഡ് മൂൺലൈറ്റ്. ദാറ്റ് സിംബലൈസ് ഫോഴ്സ്, ബ്യൂട്ടി ആണത് സിംബലൈസ് ചെയ്യുന്നത്. ദെൻ വേരിയസ് പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ്? പെർസോണിഫിക്കേഷൻ, മെറ്റഫർ, ഇമേജറി, സിംബോളിസം, സിമിലി, ഇതൊക്കെ പോയറ്റിക് ഡിവൈസസിൽ നിങ്ങൾക്ക് അപ്രീസിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ഫസ്റ്റ് പാരഗ്രാഫ് എപ്പോഴും ഓതറിൻ്റെ ഡിസ്ക്രിപ്ഷനും പോയറ്റിൻ്റെ ഇൻട്രൊഡക്ഷനും, സെക്കൻഡ് ആ ഒരു ഡീപ്പ് അനാലിസിസ്
സ്ട്രക്ചർ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. പിന്നീട് നമ്മൾ പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്യുക. കൺക്ലൂഷനിൽ നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദി പോം. ഇത്രയാണ് അപ്രീസിയേഷനിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പെർസോണിഫിക്കേഷൻ എങ്ങനെയാണ്? ദി മിറർ സ്പീക്സ് ആൻഡ് തിങ്സ് ലൈക്ക് എ ഹ്യൂമൻ ബീങ്ങിനെ പോലെ സംസാരിക്കുന്നു, അതുകൊണ്ടാണ് പെർസോണിഫിക്കേഷൻ. ദെൻ മെറ്റഫർ, മിറർ ഇസ് കമ്പയർഡ് ടു എ ലേക്ക്, ലേക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് ഇറ്റ്സ് എ മെറ്റഫർ. ദെൻ ഇമേജറി, പിങ്ക് വാൾ, ടെറിബിൾ ഫിഷ്, ടിയേഴ്സ്, അതൊക്കെ എന്താണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇമേജറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മിറർ സിംബലൈസ് ചെയ്യുന്ന ട്രൂത്തിനെയാണ്, ലേക്കോ ആ ഒരു റിയാലിറ്റി അത് മാറിപ്പോകരുത്. മിറർ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ട്രൂത്ത്. എന്താണോ റിയാലിറ്റി അത് അതേപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, സത്യം അല്ലേ, ട്രൂത്ത്. ദെൻ ലേക്ക് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് റിയാലിറ്റി, ഡെപ്ത് കാണിക്കാനാണ് ലേക്കിൻ്റെ സിമ്പിൾ അല്ലേ. കാൻഡിൽ, മൂണൊക്കെ ഇലൂഷനാണ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിമ്പിൾസ് ചോദിക്കുക അല്ലേ. സിംബോളിസം യൂസ്ഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ പോം, ഇപ്പോൾ ഇലൂഷനാണ് അല്ലെങ്കിൽ ഓരോ ലൈൻസ് ചെന്നിട്ട് അത് എടുത്ത് ചോദിക്കാം. സിഗ്നിഫിക്കൻസ്, ഓക്കെ. കാൻഡിൽസ്, മൂണൊക്കെ എന്താണ്? ഇലൂഷൻ. സിമിലി ഏതാണ്? ലൈക്ക് എ ടെറിബിൾ ഫിഷ്. എവിടെ ലൈക്ക് വരുന്നത്, ആസ് വരുന്നത് നോക്കിയാൽ മതി സിമിലി കാണാൻ. ഓക്കെ, ദി മെസ്സേജ് ഓഫ് ദി പോം എന്താണ് മെസ്സേജ്? ദി പോം കൺവേസ് ദാറ്റ് truth cannot be avoided, though reality may be painful, especially about aging. It must be accepted. The mirror teaches us that self-acceptance is important even when time changes. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രേറ്റസ്റ്റ് മെസ്സേജ് ആണ് അല്ലേ. ട്രൂത്ത് കനോട്ട് ബി അവോയ്ഡ്, ഒരിക്കലും നമുക്ക് ട്രൂത്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ദെൻ ഈ ഒരു പാസേജിനെ ആ ഒരു നമ്മുടെ സ്റ്റാൻസിയെ ബേസ് ചെയ്തിട്ട് ഇത് സെക്കൻഡ് സ്റ്റാൻസിയാണ്. നൗ ഐ ആം എ ലേക്ക്, ആ ലേക്ക് എന്ന് തുടങ്ങുന്നത് സെക്കൻഡ് സ്റ്റാൻസിയാണ്. എ വുമൻ ബെൻസ് ഓവർ മീ സെർച്ചിങ് മൈ റീച്ചേഴ്സ് ഫോർ വാട്ട് ഷീ റിയലി ഈസ്, ദെൻ ഷീ ടേൺസ് ടു ദോസ് ലയേഴ്സ്, ദി കാൻഡിൽസ്, മൂൺ അല്ലേ, ഇലൂഷനാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസിയെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക അല്ലേ. ഇൻ ദി ലൈൻ നൗ ഐ ആം എ ലേക്ക്, ദി ലേക്ക് സിംബലൈസ്, ലേക്ക് എന്താണ്? പെട്ടെന്ന് പറഞ്ഞേ, ഇത് വളരെ ഈസിയാണ് അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഡെപ്ത് ഓഫ് ഹ്യൂമൻ ഇമോഷൻ ആണല്ലേ. Then a woman bends over the lake searching for what? Her real self-നെയാണ് സെർച്ച് ചെയ്യുന്നത്. The liars mentioned in the poem, ആരാ? Who are the liars? Candles and the moon ആണ് ഇവിടുത്തെ liars എന്ന് പറയുന്നത്. അവരാണ് കള്ളത്തരം കാണിക്കുന്നത് അല്ലേ. അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവർ ട്രൂ ആയിട്ടുള്ള സെൽഫ് അല്ല അവർ കാണിച്ചു തരുന്നത് അല്ലേ, കുറച്ചുകൂടെ ബ്യൂട്ടിഫൈ ചെയ്യുകയാണല്ലേ. യെസ്, ദി ലേക്ക് റിഫ്ലെക്ട്സ് ദി വുമൻ ഡിസ്റ്റോർട്ടഡ്. എന്താണ്? ബ്യൂട്ടിഫുള്ളി, ഡിസ്റ്റോർട്ടഡ്, ഫെയ്ത്ത്ഫുള്ളി. എന്താണ്? ഫെയ്ത്ത്ഫുള്ളി ആണോ? ദി ലേക്ക് റിഫ്ലെക്ട്സ് ദി വുമൻ, യെസ്, ഫെയ്ത്ത്ഫുള്ളി, യെസ്. The woman rewards the lake with what? Flowers, tears and agitation. എന്താണ് ലേക്ക് തരുന്നത്? tears and agitation ആണല്ലേ. യെസ്, the expression in me she has drowned a young girl suggests death of innocence and youth, a real drowning, a childhood accident, a dream. എന്താണ്? death of innocence and youth ആണ് ആ ഒരു drowned a young girl എന്ന് പറയുന്നത്. innocent നമ്മുടെ ആ ഒരു കുട്ടിക്കാലം അല്ലെങ്കിൽ ആ ഒരു യൂത്ത് അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. The terrible fish rising from the symbolize ഫ്രം ദി ലേക്ക്, എന്താണ് സിംബലൈസ് ചെയ്യുന്നത്? മോൺസ്റ്റർ, ഫിയർ ഓഫ് ഏജിങ്, ഒരു പേടിയാണ് ഏജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ പ്രായം കൂടുന്തോറും നമുക്ക് എന്ത് ചെയ്യാം, ഭയങ്കരമായിട്ടൊരു സാഡ് ഫീലിംഗ് ആയിട്ട് നമ്മൾ വരും അല്ലേ. ഏജ് ആവുന്തോറും നമുക്ക് എന്ത് ചെയ്യാം, വിഷമം വരാം, സഫറിങ്സ് ഒക്കെ നമുക്ക് വരാം. അപ്പോൾ അതാണ് ഫിയർ ഓഫ് ഏജിങ് ആണ് അതിലൂടെ ടെറിബിൾ ഫിഷ് എന്നതിലൂടെ കാണിക്കുന്നത്. ദി ടോൺ ഓഫ് ദീസ് ലൈൻസ് ഇസ് മോസ്റ്റ്ലി എന്താണ്? സീരിയസ് ആൻഡ് റിഫ്ലക്റ്റീവ് ടോൺ ആണ് ഈ ഒരു പോം യൂസ് ചെയ്യുന്നത്. യെസ്. Then the poem mainly deals with theme of what? Self-identity as well as aging is a major theme used in this particular poem. The lake can be considered as a truthful companion. What is the lake symbolize here? Oh, what is a lake in this particular poem? It's a truthful companion. Then identify the metaphor in the extract. Now I am a lake. Now I am a lake. അതെന്താണ്? It's a metaphor. Yes. ഐഡൻറ്റിഫൈ ദി സിമിലി ഇൻ ദി എക്സ്ട്രാക്ട്. ഈ ഒരു ലൈൻസ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഈസിയാണ് അല്ലേ. സിമിലി എന്ന് പറയുമ്പോഴേ അറിയാം ലൈക്ക് വരുന്നതാ, ലൈക്ക് എ ടെറിബിൾ ഫിഷ്. ഗിവൻ എക്സാമ്പിൾ ഫോർ പേഴ്സോണിഫിക്കേഷൻ പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് നോൺ ലിവിങ് ആയിട്ടുള്ള ആരെങ്കിലും സംസാരിക്കുന്നത്. ദി മിറർ സ്പീക്സ് ആൻഡ് സേസ് ഐ സീ ഹർ ബ്ലാക്ക് വൈറ്റ് ഗിവ് ഇറ്റ് ഹ്യൂമൻ ക്വാളിറ്റീസ്. യെസ്. വാട്ട് ഇമേജറി ഈസ് യൂസ്ഡ് ഇൻ ദിസ് എക്സ്ട്രാക്ട്? വിഷ്വൽ ഇമേജറി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ടെറിബിൾ ഫിഷ്, അതൊക്കെ എന്താണ്? ആ വിഷ്വൽ ഇമേജറി ആണ്. വാട്ട് ഈസ് ദി എഫക്ട് ഓഫ് സിംബോളിസം? ഡ്രൗണ്ട് എ യങ് ഗേൾ. ഇറ്റ് സിംബലൈസ് റെപ്രസെൻറ്റ് ദി ലോസ് ഓഫ് യൂത്ത് ആൻഡ് ഇന്നസെൻസ്. ഇന്നസെൻസിൻ്റെ ലോസ് അല്ലെങ്കിൽ ആ യൂത്തിൻ്റെ ലോസ് ആണ് ഡ്രൗണ്ട് എ യങ് ഗേൾ എന്ന് പറയുന്ന ഫ്രേസ് നമുക്ക് തരുന്നത്. ദെൻ പിന്നെന്താണ്? മിറർ ഡിസ്ക്രൈബ് ഇറ്റ് സെൽഫ് ആസ് എ ലേക്ക്. ലേക്കിൻ്റെ ആ ഒരു കാര്യം സിഗ്നിഫിക്കൻസ്. വാട്ട് ഈസ് എ വുമൻ സെർച്ചിങ് ഫോർ ഇൻ ദി ലേക്ക്? വൈ ആർ ദി കാൻഡിൽസ് ആൻഡ് മൂൺ കോൾഡ് ലയേഴ്സ്? നമ്മൾ പറഞ്ഞു അവരെന്താ ഒരു സോഫ്റ്റ് ലൈറ്റിലൂടെ കുറച്ചുകൂടെ ബ്യൂട്ടിഫൈ ആക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അത് ഫോൾസ് ആകുന്നത് അല്ലേ. ഹൗ ഡസ് ദി ലേക്ക് ട്രീറ്റ് ദി വുമൻസ് റിഫ്ലക്ഷൻ? വളരെ ഓണസ്റ്റ്ലി അല്ലേ, വളരെ ഓണസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്.
ദെൻ വുമൻസ് ടിയേഴ്സ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സാഡ്നെസ്, ഏജ് ആവുന്നതിന് ഒരു സാഡ്നെസ് ആണ്. ദെൻ ഡാർക്ക്നെസ്, ഈച്ച് മോർണിംഗിൽ ആ ഡാർക്ക്നെസ് എങ്ങനെയാണ്? യെസ്, വാട്ട് റിപ്ലേസസ് ഡാർക്ക്നെസ്? ദി വുമൻസ് ഫേസ് റിപ്ലേസസ് ദി ഡാർക്ക്നെസ്. വാട്ട് റൈസസ് ഫ്രം ദി ലേക്ക് ലൈക്ക് എ ടെറിബിൾ ഫിഷ്? അതെന്താണ്? ഹാർഷ് റിയാലിറ്റി ഓഫ് ഏജിങ് ആണ് പറയുന്നത്. Then what human weakness is highlighted in this extract? The fear of aging as well as the loss of beauty. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ ബേസ് സെൽഫ് ഐഡൻറ്റിറ്റി ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. മേജർ തീം പറഞ്ഞു. അതുപോലെ ദി മിറർ ഇമ്പോർട്ടൻറ്റ് ടു ദി വുമൺ. എങ്ങനെയാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്? റിയാലിറ്റി അതേപോലെ പോർട്രേ ചെയ്യുന്നതുകൊണ്ടാണ്. ദാറ്റ്സ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് മിറർ. ആൻഡ് വാട്ട് ദ മെസ്സേജ്? യെസ്, ദി പോയറ്റ് കൺവേസ് ദാറ്റ് ഏജിങ് ഈസ് നാച്ചുറൽ ആൻഡ് വൺ മസ്റ്റ് അക്സെപ്റ്റ് റിയാലിറ്റി. യെസ്, ദെൻ നമ്മുടെ എന്താണ് ആ ഒരു ഇമാജിനറി പോയറ്റിക് ഡിവൈസ് ഒക്കെ വെച്ചിട്ട് ഒരു അപ്രീസിയേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻട്രഡക്ഷൻ, പിന്നെന്താണ് മേജർ തീം അനാലിസിസ്, ആ ഒരു ലൈൻ ബൈ ലൈൻ അനാലിസിസ് എഴുതുക, സ്ട്രക്ചർ എഴുതുക, ഇൻക്ലൂഡ് ദി പോയറ്റിക് ഡിവൈസസ് ആസ് വെൽ ആസ് ഫൈനലി ആ ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫിൽ എന്താണ് അതിൻ്റെ മെസ്സേജ്, നമ്മൾ എന്താണ് അതിലൂടെ പറയുന്നത്, ആ ഒരു പോമിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ആ ഒരു ഫൈനൽ പാസേജിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ഒരു 3 ചാപ്റ്റേഴ്സ് ലാസ്റ്റ് യൂണിറ്റ് അല്ലേ, 5th യൂണിറ്റിൽ ആ ഒരു 3 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തല്ലേ. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. മാക്സിമം ഇത്രയും ഡിസ്കോഴ്സസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ അല്ലേ. ക്യാരക്ടർ സ്കെച്ച്, നോട്ടീസ് റൈറ്റിംഗ്, ഡയറി എൻട്രി, ലെറ്റർ റൈറ്റിംഗ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും തീം അനാലിസിസ് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക അല്ലേ. നമുക്കത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുമ്പോഴേക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് ആ പോയിൻറ്റ്സ് മനസ്സിലേക്ക് വരും. അപ്പോൾ അത് ഇറ്റ്സ് വെരി ഈസി ടു റൈറ്റ് ഇൻ യുവർ എക്സാം അല്ലേ. ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ദെൻ ആ ഒരു പോം ആയതുകൊണ്ട് ലാസ്റ്റത്തെ ഒരു പോമാണ്. പോം വന്നു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ പോംസും നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? പോയറ്റിക് ഡിവൈസസ് അറിഞ്ഞിരിക്കുക. ഓരോ ലൈൻസിലും പല പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്യും. അതുപോലെ സ്ട്രക്ചർ, ഇതിപ്പോൾ ഒരു ഫ്രീ വേഴ്സ് ആണ്, അതായത് റൈം സ്കീമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു ഫ്രീ വേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ അതുപോലെ തന്നെ മനസ്സിലാക്കുക. പോയറ്റിക് ഡിവൈസസ് എല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഒരു അപ്രീസിയേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഏത് ലൈൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു ലാസ്റ്റ് യൂണിറ്റ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് തന്നെ പഠിക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് എഴുതിയൊക്കെ നോക്കുക കേട്ടോ. അങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ഒക്കെ നമ്മൾ റെഡി ആക്കണം അല്ലേ. യെസ്, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. യെസ്, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.